में बड़े-बड़े कार्य कर रहे हैं। ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യേ വൻ കാര്യങ്ങൾ ചെയ്യും. अपने अंदर जो फेथ है उस फेथ को जब हम एक्टिवेट करेगा, നമ്മുടെ അകത്തുള്ള വിശ്വാസത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ हम प्रभु का चमत्कार आमेन देख पाएगा. ആ സമയം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണും. परमेश्वर के बच्चों, फेथ बहुत पावरफुल है. कि വിശ്വാസം ഭയങ്കര ശക്തിശാലിയാണ്. ആമേൻ. നിങ്ങളുടെ അകത്തുള്ള വിശ്വാസം വലിയ പവർ ആണ്. हमारे अंदर जो विश्वास है उसको बहुत सामर्थ्य है. എല്ലാം എതിരായിട്ട് പോകുമ്പോഴും सब कुछ जब विरुद्ध में जाता है, വിശ്വാസത്തോട് കൂടെ നിങ്ങൾ ചിലത് പറഞ്ഞുകൊണ്ടിരുന്നാൽ, विश्वास के साथ अगर यदि आप कुछ चीजों को कहता है, നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ നടക്കുന്നത് വിശ്വസിക്കാതെ, हमारे आंखों के सामने जो घटना हो रहा है उसको ना विश्वास करते हुए, आमेन, യഥാർത്ഥ സിറ്റുവേഷനെ നിങ്ങൾ പരിഗണിക്കാതെ, जो हकीकत का जो अवस्था है उसको ना मानते हुए ദൈവത്തിൽ വിശ്വസിച്ച്, आमेन, हालेलुया, परमेश्वर पे विश्वास करें, അതിനെതിരായി നിങ്ങൾ സംസാരിച്ചാൽ, उसके विरुद्ध में यदि तुम बोलेंगे, നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് സംസാരിച്ചാൽ, आपके विश्वास से यदि आप कहते हैं, അതിന് ഭയങ്കര പവറാണ്. उसको बहुत सामर्थ्य ഞാൻ है. എപ്പോഴും പറയത്തില്ല ഫെയ്ത്ത് പ്രോഫസി എന്ന് പറയും. मैं हमेशा कहते हैं विश्वास की നമ്മുടെ भविष्यवाणी, വിശ്വാസം കൊണ്ട് നമ്മൾ പ്രവചിക്കുകയാണ്. हमारे विश्वास से हम भविष्यवाणी देते हैं, ഹല്ലേലൂയ. പ്രശ്നങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. कि समस्याओं को देख के भविष्यवाणी നമ്മൾ ഇന്ന് देता है. രാവിലെ ചെയ്തത് രോഗമേ നിന്റെ തല കുനിയും. ഹല്ലേലൂയ. आमेन. सुबह कहते हैं बीमारी तेरा सिर झुकेगा, നിന്റെ കളി ഇന്നുകൊണ്ട് തീരുകയാണ്. आमेन, हालेलुया, तेरा खेल आज खत्म അത് നമ്മുടെ होगा. ഫെയ്ത്താ പറയുന്നത്. वो हमारा विश्वास അത് कहता है. പറയുമ്പോഴും വേദനയുണ്ട്, वो कहते समय भी അത് दर्द है, പറയുമ്പോഴും രോഗമുണ്ട്. वो कहते समय भी बीमारी है, പക്ഷേ വിശ്വാസത്താൽ നിങ്ങൾ പ്രഖ്യാപിച്ചു. लेकिन विश्वास की यदि आप घोषणा करें, ഹല്ലേലൂയ. നമ്മൾ പാട്ട് പാടുമ്പോൾ പാടത്തില്ലേ, കാണുന്നു ഞാൻ വിശ്വാസത്താൽ. आमेन, हम गीत में कहते हैं, हम देखते हैं विश्वास के द्वारा. എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. मेरे सामने लाल समुद्र दो भाग हो रहे हैं. ചെങ്കടൽ ഇപ്പോഴും അവിടെയുണ്ട്, लाल समुद्र अभी भी है वहां, പക്ഷേ അകത്തെ കണ്ണുകൾ കൊണ്ട് പറയുക, लेकिन अंदर की आंखों से कहता है, വിശ്വാസം പറയുക, मेरे विश्वास को कहता है, ചെങ്കടൽ രണ്ടാകും. और लाल समुद्र दो होगा. आमेन. ഒരു അത്ഭുതം സംഭവിക്കും. एक चमत्कार होगा. വിശ്വാസത്തോട് ചിലത് വിളിച്ചു പറഞ്ഞാട്ടി. विश्वास के साथ आप कुछ चीजों को घोषणा करें. ഹല്ലേലൂയ. ഒരിക്കലും നിങ്ങൾ പറയല്ലേ ഇതൊന്നും നടക്കത്തില്ല, ഞാൻ തകർന്നുപോയി, ഞാൻ തീർന്നുപോയി എന്നൊന്നും പറയരുത്. आपको कभी नहीं कहना ये सब होने वाला, मैं नाश हो गया, मैं खत्म हो गया, इस प्रकार नहीं कहना है. നിങ്ങൾ പറയണം, आपको कहना है, വിശ്വാസത്തോട് കൂടെ പറയണം, विश्वास के साथ कहना है, കർത്താവിന്റെ കൂടെയുണ്ട്, आमेन, हालेलुया, परमेश्वर मेरे साथ ഞാൻ है, അനുഗ്രഹിക്കപ്പെടും, मैं आशीषित होगा, ഞാൻ ഉയർച്ച പ്രാപിക്കും, मैं उन्नति पाएगा, ഞാൻ വാലല്ല ഞാൻ തലയാകും. मैं पूछ नहीं मैं सिर होगा. ധൈര്യമായിട്ട് പറഞ്ഞു. धैर्य के ഈ साथ कहो. വേദവശത്തിലുള്ള വാഗ്ദത്തങ്ങളൊക്കെ ഹല്ലേലൂയ വേറെ ആർക്കും പറയാനുള്ള നിങ്ങൾക്ക് പറയാനാണ്. ये जो वचन में जो वादा है वो किसी और के लिए नहीं, आपके लिए है. നിങ്ങൾ പറയില്ല അതൊക്കെ പഴയ നിയമത്തിലായിരുന്നു, ഞങ്ങൾക്ക് അതൊന്നും വേണ്ടെന്നൊന്നും ആരും പറയില്ല. നമുക്ക് എല്ലാ നന്മകളും വേദവശം പറയുന്നത് എല്ലാം നമുക്ക് വേണം. आपको इस प्रकार नहीं कहना है वो पुराना नियम है मेरे लिए नहीं, आप हमारे वचन में जो भी हो सारे वादे हमारे लिए है. എല്ലാവരും പറഞ്ഞാട്ട് ഉയർച്ച ഞാൻ പ്രാപിക്കും, हर जो मुख खोल के बोले उन्नति को मैं ഞാൻ पाऊंगा, അനുഗ്രഹിക്കപ്പെടും, मैं आशीषित होगा, എന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. मेरे संतान जो है आशीषित ഈ होगा. സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, इस भजन संहिता में दावीद कहता है, കർത്താവ് ആണയിട്ട് എന്നോട് ഒരു വാഗ്ദത്തം ചെയ്തു. परमेश्वर ने मुझसे एक वादा किया है. എന്താ വാഗ്ദത്തം? क्या है वादा? ഹല്ലേലൂയ. ആ വാഗ്ദത്തം കർത്താവ് ആണയിട്ട് നൽകിയ वो വാഗ്ദത്തമാണ്. वादा परमेश्वर ने शपथ का के किया हुआ है. ആമേൻ. ഹല്ലേലൂയ. എന്നെ കുറിച്ച് മാത്രമല്ല, केवल मेरे बारे में ही नहीं, എന്റെ മക്കളെ കുറിച്ചുമുള്ള വാഗ്ദത്തം. मेरे बच्चों के ऊपर भी जो वादे हैं, ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നുള്ള വാഗ്ദത്തം. मैं तेरे पीढ़ियों को तेरे सिंहासन में बिठाऊंगा. ഈ വാഗ്ദത്തം പറഞ്ഞപ്പോൾ ये वादा जब कहा ദാവീദിന്റെ മകൻ ശലോമോൻ ജനിച്ചിട്ടില്ല. कि दावीद का जो बेटा सुलेमान है वो जन्म नहीं हुआ. 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ 2 शमूएल 7 में ഈ വാഗ്ദത്തം ദൈവം ദാവീദിനോട് പറയുമ്പോൾ, कि ये वादा जब दावीद से कहता है, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടല്ലോ, पिछले दिनों में हमने सुना നാഥാൻ പ്രവാചകൻ വന്നിട്ട് ദാവീദിനോട് പറഞ്ഞു, നീ അല്ല ആലയം പണിയേണ്ടത്. कि नाथान आके दावीद से कहते तू नहीं मंदिर को बनाना है. ഹല്ലേലൂയ. പിന്നെ ആരാ ആലയം പണിയാൻ फिर പോകുന്നത്? कौन बनाएगा? നിനക്ക് ജനിപ്പാനിരിക്കുന്ന മകനാ. तुझे जो जन्म होने वाला बेटा, ഇപ്പൊ ജനിച്ചിട്ടുണ്ടോ? अभी जन्म हुआ है क्या? ഇപ്പൊ ജനിച്ചിട്ടില്ല. अभी जन्म नहीं हुआ. ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? क्या आप सुन रहे हैं? ഇതിനു മുമ്പ് ദാവീദിന് മക്കളൊക്കെ ഉണ്ട് കേട്ടോ. इससे पहले दावीद को बच्चे हैं. അവരെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടല്ല നാഥാൻ പറയുന്നത്. उनमें से किसी को उंगली दिखा के नहीं कहता है. മക്കൾ ഇല്ലാഞ്ഞിട്ടല്ല, बच्चे नहीं है बोल ഇവരെ के नहीं. ആരെങ്കിലും അങ്ങ് ആക്കിയാ പോരായോ? इनमें से किसी को तैयार नहीं कर सकते. ദൈവത്തിന്റെ പദ്ധതി അപ്രമേയമാണ്. परमेश्वर की पद्धति जो हम सोच नहीं सकते, ദൈവത്തിന്റെ പദ്ധതി അഗോചരമാണ്. कि परमेश्वर की जो पद्धति हम सोच नहीं ദൈവത്തിന്റെ सकते. പദ്ധതി നമ്മുടെ ബുദ്ധിക്കപ്പുറമാണ്. परमेश्वर की योजना हमारे बुद्धि में नहीं ഞാൻ പറഞ്ഞിട്ട് बैठेंगे. എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ പദ്ധതി ബുദ്ധിക്കപ്പുറമാണ്.
अरे जब मुंह खोल के बोले मेरे बारे में आपके बारे में, Hallelujah! तो परमेश्वर की जो योजना है वो हमारी बुद्धि से भी उस पार है. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? विश्वास है क्या? വിശ്വാസത്തോടെ വചനം സ്വീകരിച്ചാട്ടെ. विश्वास के साथ इस वचन स्वीकार करो. അവനോട് പറഞ്ഞു, നിനക്ക് ജനിപ്പാനിരിക്കുന്ന മകൻ നിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഞാൻ മാറ്റമില്ലാത്തൊരു ഉടമ്പടി നിന്നോട് ചെയ്യുക. दावीद से कहते तेरे को जन्म लेने होने वाला जो संतान है वो सिंहासन में बैठेगा, वैसा मैं तुझसे वादा करता हूँ. ദാവീദിനോട് ഞാൻ ഒരു ഉടമ്പടി ചെയ്യുക. दावीद के साथ मैं वाचा बांधता हूँ. ഇങ്ങനെ പഠിപ്പിക്കുന്നു. वचन इस प्रकार सिखाता है ദാവീദിനോട് ഞാൻ ഒരു ലവണ നിയമം ചെയ്തു. कि दावीद के साथ में एक वाचा बांधा, साल्ट कवनेंट, लवण नियमം, एक salt covenant, ഒരു ഉടമ്പടി ഞാൻ ചെയ്തു. ऐसे वाचा जो नहीं बदलेंगे. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, हमारे जो परमेश्वर की जो खासियत, നമ്മുടെ ദൈവം ഉടമ്പടി ചെയ്യുന്ന ദൈവമാണ്. हालेलुया. हमारा जो परमेश्वर है वो वाचा बांधने वाला परमेश्वर है. വാക്ക് പറഞ്ഞു മാറുന്നവനല്ല, वो केवल बातें करके हटने वाला नहीं, അവനൊരു ഉടമ്പടി ചെയ്യുന്ന ദൈവമാണ്. वो अच्छा बांधने वाला परमेश्वर അവന്റെ है. വാക്കുകൾ വിൺവാക്കുകളല്ല, उसका बातें केवल बातें ही नहीं, वो उसका बातें जैसे हवा में करने वाला बातों नहीं है. वो हवा में करने वाली बातें नहीं, എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞങ്ങ് വിടുന്നതല്ല, വിൺവാക്കല്ല. वो हवा में कहने वाली बातें नहीं, അവന്റെ വാക്ക് എഴുതി ഉടമ്പടി ഒപ്പിട്ട് തരുന്ന വാക്കുകളാണ്. उसकी वादा जो है कह के लिख के साइन करके देने वाली बातें എല്ലാ हैं. കാലത്തും ദൈവം ഉടമ്പടി ചെയ്തപ്പോൾ हर समय जब परमेश्वर अच्छा बांधता ആ है, ഉടമ്പടികളെ അടയാളം കൊടുത്ത് ഉറപ്പിക്കാൻ ഇടയായി തീർന്നു. कि परमेश्वर हमेशा उस वाचों को चिन्ह के साथ എല്ലാ साबित കാലത്തും किया ദൈവം വെറുതെ ഉടമ്പടി കൊടുക്കുകയല്ല, कि ऐसे वो वाचा नहीं देता है, ഉടമ്പടിയുടെ കൂടെ അടയാളം ദൈവം കൊടുത്തു. कि वाचा के साथ निश्चिन्ह देता ആ है. അടയാളം നിങ്ങൾ കാണുമ്പോഴൊക്കെ वो जब भी वो चिन्ह देखेगा നിങ്ങൾ ഓർത്തുകൊള്ളണം. आपको याद करना है. എന്തോർക്കണം എന്നറിയാമോ? क्या याद करना ദൈവം है? എന്നോട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. परमेश्वर मुझसे एक वाचा बांधा है മാറ്റമില്ലാത്തൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. कि नहीं हटने वाला एक वाचा. ഞാൻ മാറിയാലും मैं भले हट जाए, സ്വർഗ്ഗത്തിന് ഉടമ്പടി എന്ന് മാറാൻ പറ്റത്തില്ല. स्वर्ग उस वाचा से नहीं बदलेगा. ഈ मैं ഉടമ്പടിയുടെ പ്രത്യേകത, उस वाचा के जो खासियत, ഇത് രണ്ടുപേര് തമ്മിൽ ചെയ്ത ഒരു ഉടമ്പടിയല്ല, ये दो जन मिलके किया हुआ वाचा नहीं है, ഇതൊരു വൺ വേ ഉടമ്പടിയാ. एक तरफा का है. ഇത് ഞാൻ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയല്ല, ये मैंने परमेश्वर से किया हुआ ദൈവം नहीं, എന്നോട് ചെയ്ത ये ഉടമ്പടിയാണ്. परमेश्वर ने मुझसे किया हुआ वाचा है. ദൈവം നിന്റെ അടുക്കൽ വന്നിട്ട് कि परमेश्वर अपने पास ഞാൻ आके, നിന്നെ കൈവിടത്തില്ലെന്ന് പറഞ്ഞാൽ कि परमेश्वर कहते हैं मैं तुझे हाथ नहीं അത് छोड़ेगा. ദൈവം നിന്നോട് ചെയ്ത ഉടമ്പടിയാ. वो परमेश्वर तेरे साथ किया हुआ वाचा ദൈവം है. നിന്റെ അടുക്കൽ വന്നിട്ട് परमेश्वर तेरे पास ഞാൻ आके നിന്റെ കൂടെ ഇരിക്കും എന്ന് ഉടമ്പടി ചെയ്താൽ मैं तेरे साथ रहेगा करके वादा करे, അത് ദൈവം നിന്നോട് പറഞ്ഞ വാക്കാ കേട്ടോ. वो परमेश्वर ने तुझसे कहा हुआ वादा है. ദൈവം മാറത്തില്ലെന്ന്. परमेश्वर उसमें से हटेगा नहीं. ദൈവത്തിന്റെ ഉടമ്പടികൾക്കൊക്കെ ഹല്ലേലൂയ परमेश्वर का हर एक वाचा के लिए ഒരു അടയാളം കൊടുത്തിരുന്നു. परमेश्वर एक निशानी देगा. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയായി. हर समय इस प्रकार है നോഹയുടെ ഉടമ്പടിക്ക് ദൈവം ഒരു മഴവില്ല് കൊടുത്തു. कि नोहा के साथ जो वाचा किया उसके लिए इंद्रधनुष എന്നിട്ട് दिया. ദൈവം എന്ത് പറഞ്ഞു? और परमेश्वर ने क्या कहा? മഴവില്ല് കാണുമ്പോഴൊക്കെ जब भी तू इंद्रधनुष देखेगा എന്റെ ഉടമ്പടി ഓർത്തുകൊള്ളണം. मेरा वाचाओं को याद करना. എന്താണ് ഉടമ്പടി? क्या है वाचा? ഞാൻ നിന്നെ നശിപ്പിക്കത്തില്ലെന്നുള്ള ഉടമ്പടി. मैं तुझे नाश नहीं करूंगा. ഇന്ന് പകൽക്കാലം ആരാധിക്കുന്ന ദൈവ പൈതലേ, आज जो आराधना करने वाले परमेश्वर के നിന്നോട് बच्चों, ദൈവം ഒരു ഉടമ്പടി ചെയ്യുന്നുണ്ട്. आपसे परमेश्वर एक वाचा बांधता है. എന്നൊക്കെ മഴവില്ല് കണ്ടാലും जब तुम इंद्रधनुष देखेगा, കാർമേഘം ഇങ്ങനെ ഇടിച്ചു കയറി വരികയാ. बादल कितना भी गरजने दो, കാർമേഘം ഇടിച്ചു കയറി വരിക. काला बादल आ रहा है. നോഹയുടെ മക്കൾ നോക്കുമ്പോൾ ആകാശത്ത് കാർമേഘം. कि नोहा का संतान देख रहे कि आकाश में पूरा बादल छाया हुआ പഴയ है. ഓർമ്മ വന്നു. उसे पुराना बात याद आया. അപ്പാ പിന്നെ മേഘം വരുന്നുണ്ട് കേട്ടോ. बोला अब पिता फिर से वो मेघ आ रहा है. അയ്യോ പണ്ടത്തെ പോലെ ഒരു പ്രളയത്തിന് സാധ്യതയുണ്ട് കേട്ടോ. कि पहले के जैसे एक बाढ़ का संभावना है. അപ്പ അപ്പം പറഞ്ഞു മക്കളെ പേടിക്കണ്ട. तब पिता ने बोला बैठो നീ डरो मत. മഴവില്ല് കാണുന്നതിന്റെ അപ്പുറത്തോട്ട് നോക്ക്. देखो मैं वहां एक इंद्रधनुष देख रहा हूँ. നിനക്ക് വേണ്ടി വെളിപ്പെട്ട ഒരു മഴവില്ല് നിനക്ക് അവിടെ കാണാം. तेरे लिए प्रकट हुआ एक इंद्रधनुष तुझे दिख रहा ആ है. മഴവില്ല് നിന്നെ ഓർപ്പിക്കുന്ന എന്താണെന്നറിയാമോ? वो इंद्रधनुष क्या दिखाता है? ഓ ഞാനും നീയും തമ്മിൽ ഒരു ഉടമ്പടിയുണ്ട്. मेरे और तेरे साथ एक वाचा है. ഇനിയും ഈ മേഘങ്ങൾ ലിമിറ്റ് വിടത്തില്ലെന്ന്. आमेन आमेन. മശഖമാന. अब ये जो मेघ जो है वो अपना सीमा को എന്റെ छोड़ेगा नहीं. മഴവില്ല് കൊണ്ട് ഞാൻ അതിനെ അതിരിട്ടിരിക്കുകയാണ്. मैंने मेरे मशकामना मैं मेरा बादलों के इंद्रधनुष से उसको सीमित रखा है. मैंने मेरे इंद्रधनुष के साथ उसको सीमित रखा है. हालेलुया. हालेलुया. Are you listening me? क्या आप मुझे सुन रहे हो? ഓ കാർമുകിലേ റക്കാരേ റുകിലും കാണുന്നുണ്ട് മഴവില്ലാതിന്മേൽ. കാർമുകിലേ റക്കാരേ റുകിലും കാണുന്നില്ലേ മഴവില്ലാതിന്മേൽ. ഓ കരുതൂക്ക വേണ്ടാതിൻ ഭീകരങ്ങൾ കെടുതികൾ തീർത്തവൻ കരുതിടുമേ
ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ കാർമുഖിൽ എത്ര ഉയർന്നു വന്നാലും കാർമുഖിൽ ക്ലൗഡ് ബാദൽ बादल कितने भी आने दे അതിന്റെ മേലൊരു മഴവില്ല് കാണാൻ കേട്ടോ उसके ऊपर एक इंद्रधनुष देखेगा ഉടമ്പടിയുടെ അടയാളമാ वो है वाचा का വാക്ക് പറഞ്ഞിട്ട് വിൺവാക്ക് പറഞ്ഞിട്ട് പോകുന്നവനല്ല वो बातें करके पीछे हटने वाला परमेश्वर नहीं है ഉടമ്പടിയുടെ അടയാളം നൽകിയിരിക്കുക कि वाचा का चिन्ह देने वाला ദൈവ പൈതലെന്ന് നീ ഭയപ്പെടേണ്ടെന്ന് परमेश्वर के बच्चों तू घबराओ मत അബ്രഹാമിനോട് ദൈവം ഒരു ഉടമ്പടി ചെയ്തു अब्राहम के साथ एक वाचा बांधा എന്താ അബ്രഹാമിനോടുള്ള ഉടമ്പടി എന്നറിയാമോ क्या है उसके साथ जो वाचा ശ്രദ്ധിച്ചു കേൾക്കണമേ ध्यान से सुनिएगा അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നീ മൃഗങ്ങളെ കൊണ്ടുവാ अब्राहम से कहा तू जानवरों को ले आ അതിനെ നടുവേ പുലർത്തി വെക്കാൻ പറഞ്ഞു उसको बीच में से काट कर रख നിങ്ങൾക്കറിയാമോ അത് ആ കാലഘട്ടത്തിലെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് उस जमाने का एक तरीका था वो ഹല്ലേലൂയ രണ്ടുപേർ ഉടമ്പടി ചെയ്യുമ്പോൾ दो जन जब वाचा बांधता ഈ है മൃഗങ്ങളെ പുലർത്തി വെച്ചിട്ട് ये जानवरों को बीच से काट के ഉടമ്പടി ചെയ്യുന്നവർ രണ്ടുപേരും കൂടി ഇതിന്റെ നടുക്കൂടെ നടക്കും ये जो वादा करते हैं दोनों इसके बीच में से चलता है അങ്ങനെയാണ് അവരെ ഉടമ്പടി ഫൈനലൈസ് ചെയ്യുന്നത് वैसा है उसका वाचा जो फाइनलाइज करता है മൃഗങ്ങളെ പുലർത്തി വെച്ചിരിക്കുന്നത് क्यों ये जानवरों को काट कर रखा है പറയുന്നത് ये कहता है നമ്മളിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഉടമ്പടി ലംഘിച്ചാൽ हम में से दो में से कोई भी एक जन इसे तोड़ेगा പുരാതന അർമീനിയൻ സിസ്റ്റം ആണെന്ന് എന്റെ ഓർമ്മ ഹല്ലേലൂയ പുരാന എക് സിസ്റ്റം था पुराना एक सिस्टम था ഈ ഉടമ്പടി ആരെങ്കിലും ലംഘിച്ചാൽ ये अगर ये वाचा कोई भी तोड़ता है ഹല്ലേലൂയ ഈ മൃഗങ്ങളെ പുലർത്തിയതുപോലെ അവനെ പുലർത്തി കളയും जैसे इस जानवरों को दो भाग किया वैसे उससे दो भाग करेगा ऐसा एक वादा है അബ്രഹാം കാത്തിരിക്കുക ദൈവം ഇറങ്ങി വരുവാൻ अब हम इंतजार कर रहे हैं परमेश्वर को उतर आने के लिए ഈ മൃഗങ്ങൾക്കിടയിൽ കൂടി ഇനി നടക്കേണ്ടി വരും अब इस जानवर के बीच में से चलना है പക്ഷെ വചനം എന്താ പറയുന്നതെന്ന് അറിയാമോ लेकिन वचन क्या कहता है ഹലോ आमेन അബ്രഹാമിന്റെ കൈ പിടിച്ച് ദൈവം നടന്നതല്ല क्या अब्राहम के हाथ पकड़ के परमेश्वर चला बोल के नहीं ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് परमेश्वर उतर आके आमेन ഒറ്റയ്ക്ക് ഈ മൃഗങ്ങൾക്കിടയിലൂടെ നടന്നു परमेश्वर अकेला उसके बीच में से चला അബ്രഹാമേ ഈ ഉടമ്പടി നീ ചെയ്യുന്ന ഉടമ്പടിയല്ല अब अब्राहम ये जो वाचा तू ഇത് नहीं बांध വൺ വേ रहा ഉടമ്പടിയാ ये वन वे है ഇത് ഞാൻ നിന്നോട് ചെയ്യുന്ന ഉടമ്പടി ये मैं तेरे साथ कर रहा നീ हूँ അവിശ്വസ്തനായാലും तू भले अविश्वस्त हो നിന്നെ ഞാൻ जाए കീറത്തില്ല मैं तुझे नहीं काटूंगा കാരണം ഇത് ഞാൻ മാത്രം ചെയ്യുന്ന ഉടമ്പടിയാ क्योंकि मैं केवल अकेला करने वाला वादा അതുകൊണ്ടാണ് है തീമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് इसके लिए तीमुथियुस के लेखन में നാം पौलुस ने कहा അവിശ്വസ്തരായി തീർന്നാലും भले हम अनफेथफुल അവൻ बन जाए വിശ്വസ്തനാണ് वो विश्वस्त रहेगा കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ हाथ उठा के परमेश्वर को എന്റെ धन्यवाद നിന്റെ दे യോഗ്യതയല്ല आमेन मेरा और तुम्हारा योग्यता नहीं है അല്ല പുണ്യവാളന്മാരായതുകൊണ്ടല്ല हम सब धार्मिक बने बोल के नहीं സ്വർഗം ചെയ്ത ഒരു ഉടമ്പടിയുടെ പവറാ കേട്ടോ स्वर्ग ने किया हुआ एक वाचा का वादा है ഒരു ആണയിട്ടു एक वाचा बांधा വേദോഷം പറയുന്നത് परमेश्वर का वचन कहता है അവനെക്കാട്ടിലും വലിയവരെ പിടിച്ച് ആണയിടാൻ പറ്റത്തില്ലായിരുന്നു परमेश्वर से बड़ा किसी को पकड़ के वाचा नहीं बांध सकता ആരുമില്ല उससे बड़ा कोई नहीं था നമ്മളൊക്കെ വലിയവരുടെ പേര് പറഞ്ഞല്ലേ അനുഗ്രഹിക്കുന്നത് ആണയിടുന്നത് हम बड़े लोगों के नाम लेके शपथ खाते हैं ദൈവത്തെക്കാട്ടിലും വലിയവൻ ആരാ लेकिन परमेश्वर से बड़ा कौन है അതുകൊണ്ട് അവൻ അവന്റെ പേര് തന്നെ പറഞ്ഞ് ആണയിട്ടു इसके उसने अपना नाम लेके शपथ അതിന് खाया മേലോട്ടൊന്നുമില്ല उसके ऊपर कोई नहीं है ഹല്ലേലൂയ അങ്ങനെ വേദോഷം പഠിപ്പിക്കുന്നത് ऐसा वचन सिखाता है വേഗത്തിൽ ഓടി വരികയാ जल्दी से मैं आ रहा हूँ നമ്മുടെ ദൈവം ഉടമ്പടികളുടെ ദൈവമാണ് हमारा परमेश्वर वाचाओं का परमेश्वर है താങ്ക് യു ജീസസ് ദാവീദിനോട് പറയുക दावीद के साथ कहता है നോക്ക് നിനക്ക് വേണ്ടി മാത്രമല്ല कि देखो केवल तेरे നിന്റെ लिए नहीं ജനിപ്പാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയും എനിക്ക് പദ്ധതിയുണ്ട് सिर्फ केवल तेरे लिए नहीं तुझे जन्म होने वाला पीढ़ी के लिए പറഞ്ഞ് वाचा है സ്വീകരിച്ചാട്ടെ. कुछ लोग आमीन कह के स्वीकार ഹദല करें റംഷൽ ഖമനരഗദലേ ജനിപ്പാനിരിക്കുന്ന തലമുറയെക്കുറിച്ച് Amen. Hallelujah. ദൂത് വെളിപ്പെടുകയാണ് जन्म होने वाला पीढ़ियों के लिए वाणी प्रकट हो रहा है വളരെ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ് എല്ലാ बहुत प्रार्थना പ്രാർത്ഥനയോടുകൂടെ बहुत प्रार्थना की जरूरत है ദൈവമക്കളെ ഈ വചനം വായിക്കുമ്പോൾ परमेश्वर बच्चे जब वचन पढ़ता है ഈ വചനം എന്റെ ജീവിതവുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു വാഗ്ദത്തമാണ് ये जो वचन है पासवान का जीवन के साथ बहुत संबंधित रखता है പ്രത്യേകതയുള്ള ഒരു ആഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച का पिछले हफ्ते एक खास हफ्ता था ഹല്ലേലൂയ നിങ്ങൾക്കറിയാമോ ഹാർവെസ്റ്റ് മിഷന്റെ 13ാമത്തെ ആനിവേഴ്സറി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞുപോയി आपको पता है पिछले हफ्ते अपना हार्वेस्ट मिशन चर्च का 13 साल कंप्लीट हुआ ജൂൺ മാസം 6ാം തീയതി जून महीना 6 में completed 13 years हमने 13 साल कंप्लीट किया 14ാമത്തെ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് 14 साल हमने आरंभ किया ഈ है സമയത്ത് ഞാൻ ദൈവമക്കളോട് എല്ലാം പറയട്ടെ हर एक जन बोले അവന്റെ വാഗ്ദത്തങ്ങൾ ഊവേ ഊവേ എന്നാണ് उसका वादा हाँ हाँ അവൻ है വർദ്ധിപ്പിക്കുകയും അവൻ അനുഗ്രഹിക്കുകയും ചെയ്യും वो उसने बढ़ाया और आशीषित किया പ്രാപ്തിക്കപ്പുറമായി നമ്മുടെ പ്രാപ്തിക്കപ്പുറമായി हमारे
हैसियत से उठ के അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. उसने हमारे लिए काम किया. അപ്പോൾ ഈ വാഗ്ദത്തം, ഈ വചനം എന്റെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട ഒരു വചനമാണ്. ये वादा पासवान के जीवन के साथ बहुत संबंधित है. ഹല്ലേലൂയ. ഡാനി ജനിക്കുന്ന ദിവസം, जब डैनी जन्म हुआ था 2002 ഒക്ടോബർ മാസത്തിൽ, कि अक्टूबर 2002 ഒക്ടോബർ മहीने में, अक्टूबर महीना 2002 में ഹല്ലേലൂയ, സാൻഡിയ ലേബർ റൂമിൽ കൊണ്ടുപോയേക്കുക. सैंडी सिस्टर को लेबर रूम में ले गया. സാൻഡിയ ലേബർ റൂമിൽ കൊണ്ടുപോയേക്കുക. सैंडी सिस्टर को लेबर रूम में ले गया. കൊണ്ടുപോയി. सुबह ले गया. വൈകിട്ടൊക്കെ ആയിട്ടും ഡെലിവറി ഒന്നും നടക്കുന്നില്ല. शाम तक भी डिलीवरी नहीं हो रहा है. ഒരു ഇഞ്ചക്ഷൻ ഒക്കെ കൊടുത്ത് ഒത്തിരി പെയിൻ ഒക്കെ ഉണ്ട്, പക്ഷെ ഡെലിവറി നടക്കുന്നില്ല. इंजेक्शन सब दिया, बहुत पेन है, लेकिन डिलीवरी नहीं हो रहा അപ്പോൾ है. എന്റെ പപ്പ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, तो इनके पापा ने फोन करके कहा, നീ എന്തിനാണ് ചുമ്മാ ലേബർ റൂമിന്റെ വാതൊക്കെ നിൽക്കുന്നത്, പോയിരുന്ന് പ്രാർത്ഥിക്കടാന്ന് പറഞ്ഞു. बोला तू क्यों लेबर रूम के पास खड़ा है, तू जाके प्रार्थना कर. ഒരു റൂം ഉണ്ട് നമുക്ക്. तो एक रूम था, അഡ്മിറ്റ് ചെയ്യുമ്പോൾ ലേബർ റൂമിൽ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു റൂം ഉണ്ടല്ലോ. एडमिट करते हैं लेबर रूम देते, हमें एक रूम है. പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. उस रूम में प्रार्थना करने गया. ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. मैं घुटने टेक के प्रार्थना किया. കർത്താവേ, സിസേറിയൻ നടക്കല്ലേ, ഒരു നോർമൽ ഡെലിവറി കൊടുക്കണം, ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. मैं प्रार्थना कर रहा था कि सिसेरियन मत देना, कि नॉर्मल डिलीवरी देना. ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. बार बार प्रार्थना कर रहा था. കർത്താവേ, നോർമൽ ഡെലിവറി, നോർമൽ ഡെലിവറി, നോർമൽ ഡെലിവറി, ഇങ്ങനെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. बार बार कहता नॉर्मल डिलीवरी, नॉर्मल डिलीवरी. കർത്താവ് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, परमेश्वर ने कहा, എടാ ജൽപ്പനം ചെയ്യുന്നത് നിർത്താൻ പറഞ്ഞു. हम मैन हालेलुया, बोला कि तुम बार बार जो जलपन करते हो बंद करो. എനിക്കത് ഭയങ്കര അസഹനീയമായിട്ട് തോന്നുന്നു. സ്റ്റോപ്പ് ഇറ്റ്. ഹല്ലേലൂയ. तो परमेश्वर बोला कि तू ऐसा बार बार कहना बंद कर. ജൽപ്പനം ചെയ്യുന്നത് എന്റെ പൊന്നു ദൈവമക്കളെ, അപ്പന്റെ അപ്പ ഇങ്ങനെ അപ്പന് തന്നെ തലയ്ക്കല്ലേ. हम अगर पिता के पास जाके बार बोलते पिता पिता पिता, तो उसको बेकार लगे. ബന്ധമുണ്ട്, ഒറ്റ വാചകം പറഞ്ഞാൽ മതി അല്ലേ. अगर पिता और बच्चों के साथ रिश्ता है तो एक ही बार बोलना है. അതിനൊരു 2 മാസം മുമ്പ്, उससे 2 महीना पहले ഞങ്ങൾ ഒരു ചർച്ചിന്റെ ഫാസ്റ്റിംഗ് പ്രയറിൽ ചെന്നപ്പോൾ हम एक कलीसिया का फास्टिंग प्रेयर में गया. ഗസ്റ്റ് പാസ്റ്റർ വന്നിട്ടുണ്ട്. वहाँ गेस्ट पास्टर आया था. ബാക്കിൽ ഒരു കസേരയിൽ ഇരിക്കുക, ഗർഭവതിയൊക്കെ ആയതുകൊണ്ട്. सैंडी सिस्टर एकदम पीछे बैठा होता है. എല്ലാവരും തറയിലാണല്ലോ ഇരിക്കുന്നത് സാധാരണ कि ചർച്ചുകളിൽ. चर्च में ज्यादातर लोग नीचे बैठते हैं. പാസ്റ്റർ അവിടെ നിന്നുകൊണ്ട് പ്രവചിച്ചു, वो पास्टर ने भविष्यवाणी दिया, സിസ്റ്ററുടെ അത് സിസേറിയൻ ആണെന്ന് പറഞ്ഞു. बोला सिस्टर आपका सिसेरियन है. ഹലോ സിസ്റ്ററുടെ അപ്പൊ നമ്മൾ കർത്താവ് നോർമൽ ഡെലിവറി, നോർമൽ ഡെലിവറി, നോർമൽ ഇങ്ങനെ പ്രാർത്ഥിക്കും. കർത്താവ് ജൽപ്പന ചെയ്ത് നിർത്താൻ പറഞ്ഞു. तो परमेश्वर ऐसे बार बार कहना बंद करो, കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു അത് സിസേറിയൻ ആയിരിക്കും. कि परमेश्वर आत्मा बोला सिसेरियन है. ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് അല്ലേ. परमेश्वर को एक एक योजना है जो हमें नहीं पता. വറീഡ് ആകേണ്ട കാര്യമില്ല. वो सब सोच के हमें वरीड होने की जरूरत नहीं है. കർത്താവിനോട് പറഞ്ഞു. उसके बाद परमेश्वर ने बोला, 1 ശമൂവേൽ 7 അധ്യായത്തിലെ വചനമാണ്. वो 1 शमूएल 7वां अध्याय का है. വചനം ഇങ്ങനെയാണ്, वो वचन इस प्रकार है നിനക്ക് ശേഷം നിന്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടതിന് നിനക്കൊരു ആൺപ്രജയെ തരും. कि ഹല്ലേലൂയ. मैं तेरे समय के बाद तेरे सिंहासन में बैठने के लिए അതുകൊണ്ട് ഞാൻ तुझे പറഞ്ഞു, ഈ बैठा दूंगा. വാക്യം ഞാൻ വായിക്കുമ്പോഴൊക്കെ എന്റെ വാഗ്ദത്തം പോലെ എനിക്ക് തോന്നും. कि जब भी ये वचन पढ़ता है तो मुझे मेरा वादा जैसा लगता ഹല്ലേലൂയ. है. ചില വാക്യങ്ങളൊക്കെ ഇടയ്ക്ക് കർത്താവ് നമ്മളെ ഓർപ്പിക്കും കേട്ടോ. कुछ बातें परमेश्वर बीच में याद ദാവീദ് दिलाएगा. നന്ദിയോട് ദൈവസന്നിധിയിൽ ചെന്നിട്ട് പറഞ്ഞു, मैं धन्यवाद के साथ परमेश्वर के അവൻ सामने എന്നെ കുറിച്ച് മാത്രമല്ല ദൂത് പറഞ്ഞത്, और केवल मेरे बारे में എന്റെ नहीं बोला, ജനിപ്പാനിരിക്കുന്ന മക്കളെ കുറിച്ച് കൂടെ ദൂത് പറഞ്ഞ ദൈവമാണ്. मुझे जन्म होने वाले बच्चों के लिए भी दुआनी देता है. എല്ലാവരും പറഞ്ഞാട്ടെ, हर एक जन कहे, ഇന്നലെ എന്നെ നടത്തിയ കർത്താവ്, कल जो मुझे चलाया ഇന്ന് परमेश्वर, എന്നെ നടത്തുന്ന കർത്താവ്, आज जो मुझे चलाने वाला परमेश्वर, നാളെയും എന്നെ നടത്തുന്ന കർത്താവാണ്. कल भी मुझे चलाने वाला എനിക്ക് है. ഭയമില്ലെന്ന്, मुझे भय नहीं എനിക്ക് है. ഭയമില്ലെന്ന്, मुझे भय नहीं എനിക്ക് है. ഭയമില്ലെന്ന്, मुझे भय नहीं ഓ है. ഹശഖമന റംദന തിരമാലകൾക്ക് നടുവിൽ നിന്നുകൊണ്ട് നീ വിളിച്ചു പറ. തിരമാലകൾക്ക് നടുവിൽ നിന്നുകൊണ്ട് लहरों के बीच में से तू पुकार के വിളിച്ചു പറ, कहे, എനിക്ക് ഭയമില്ലെന്ന്. मुझे भय नहीं है. हालेलुया. आने वाला कल भी वो मुझे चलाने वाला परमेश्वर है. मेरा നാളെ അവനെ നടത്തുന്ന मेरे साथ में संग में रहने वाला परमेश्वर है. എന്റെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. വിശ്വാസമുണ്ടോ? विश्वास है क्या? വിശ്വാസമുണ്ടോ? विश्वास है क्या? വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്രമമുണ്ട്. अगर विश्वास है आपको तो विश्राम है അത് आपको. പ്രവാചകൻ പ്രവചിച്ചത് കേട്ടോ. ये भविष्यद्वक्ता ने भविष्यवाणी दिया. വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടെന്നാ? अगर विश्वास है तो आपको क्या है? വിശ്രമമുണ്ട്. आपको विश्राम है. വിശ്വാസമില്ലെങ്കിലോ? अगर विश्वास नहीं है तो, വിട്ടൊക്കെ അടിച്ച് നമ്മൾ ആകപ്പാടെ വെപ്രാളമായിട്ട് നിൽക്കും. अगर विश्वास है तो हम हाथ पैर पटक के हम पूरा, വിശ്വാസമുണ്ടെങ്കിൽ अगर विश्वास है you तो will be having rest. Hallelujah. आपको शांति रहेगा. വിശ്വാസമുണ്ടോ? विश्वास है क्या? തിരമാലയുടെ നടുവിൽ നിങ്ങൾ ചിരിച്ചോണ്ട് നിൽക്കും. अगर विश्वास है तो लहरों के सामने आप हंसते बैठेंगे. ചിരിക്കുന്നത്? क्यों हंसेंगे? ഞങ്ങൾക്കൊരു ഉറപ്പാണെന്നേ, आपको एक ഈ पक्का है. തിരമാലകൾക്ക് മുകളിലൂടെ എനിക്ക് വേണ്ടി നടക്കുന്ന ഒരുവനുണ്ട്. आमीन. इस लहरों के ऊपर से मेरे लिए चलने वाला एक परमेश्वर है. കാറ്റടിക്കട്ടെ, തിര ഉയരട്ടെ, എനിക്ക് വേണ്ടി നടക്കുന്ന ഒരുവനുണ്ട്. आमीन. हालेलुया. आंधी आने दे, लहरें उठने दे, मेरे लिए चलने वाला एक परमेश्वर ആ है. തിരമാലകൾക്ക് മുകളിൽ ഞാൻ അവന്റെ കാൽപാദങ്ങൾ കാണുന്നുണ്ട്. उस लहरों के ऊपर में उसके पैरों को देखता है. നിശാന में देख रहा हूं कि ഞാൻ ദൈവത്തിന്റെ എനിക്ക് ചിഹ്നങ്ങൾ ഭയമില്ലെന്ന്. मुझे भय नहीं വിളിച്ചു है. പറഞ്ഞാൽ യേശുവിന്റെ കൂടെ നടക്കുന്നുണ്ട്. पुकार के यीशु मेरे साथ चलता है. कोई भी तरह का हालेलुया तूफानों के बीच में भी कि ये तरह
കൊടുങ്കാറ്റിന്റെ മധ്യേ യേശു എൻ്റെ കൂടെയുണ്ട്. यीशु मेरे साथ है. ഹല്ലേലൂയ. हालेलुया. താങ്ക് യു ജീസസ്. ഉടമ്പടി ചെയ്യുന്ന ദൈവം, वाचा बांधने वाला परमेश्वर ദാവീദിനോട് പറയുക, दावीद से कहता है നിന്റെ ഭാവി എന്താണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. तेरा भविष्य क्या है मैं बताने वाला हूँ. ദൈവമക്കൾ, നിങ്ങൾ അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ചിട്ടുണ്ടോ? आप जो बाजू में बैठे उसके हाथ पकड़ के गो. നിങ്ങൾ മുഖത്ത് നോക്കി പറയണം കേട്ടോ. കൈ കൊടുത്താ പോരാ. आमीन. हालेलुया. आप सब केवल हाथ मत दो. സിസ്റ്റർ, നിനക്കൊരു നല്ല ഭാവി. आमीन. बोलो भाई बहन आपको एक अच्छा भविष्य. आमीन. 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 हालेलुया. ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ട്. परमेश्वर को आपके बारे में बड़ा एक योजना है. നിങ്ങൾ ഭയപ്പെടുന്നത് അല്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. आप जो भयभीत है वो नहीं आपके जीवन में നിങ്ങൾ होने वाला. ഭയപ്പെടുന്ന ദുഷ്കാലം സംഭവിക്കുകയില്ല. आप जो सोच रहे दुष्ट നിങ്ങളുടെ किसी से കാലിനെ पूरा नहीं പിന്തുടരുന്ന होगा. ദുഷ്കാലം സംഭവിക്കത്തില്ല. आप जो सोच रहे वैसा बुरी दिन नहीं होगा. കാരണം അവനൊരു ഉടമ്പടി നിന്നോട് ചെയ്തിട്ടുണ്ട്. क्योंकि उसने आपके साथ एक वाचा അവനൊരു बांधा है. വാക്ക് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. उसने एक वादा आपसे किया है. വാക്ക് പറഞ്ഞിട്ട് മാറാൻ അവൻ മനുഷ്യനല്ല. वो बातें करके हटने के लिए वो इंसान नहीं है. അവന്റെ ഉടമ്പടി വൺ വേ ആ. उसका जो वादा है वन वे है. നീ അവിശ്വസ്തനായി തീർന്നാലും भले तू अविश्वासी बन അവൻ जाए, വിശ്വസ്തയോടെ वो विश्वास के ആ साथ ഉടമ്പടി നിവർത്തിപ്പാൻ ശക്തനാണ്. वो वादा पूरा करने के लिए विश्वास योग्य है. കഴിഞ്ഞ ദിവസം ദേവദാസൻ പറഞ്ഞൊരു സെന്റൻസ് എന്നെ ഒത്തിരി ആകർഷിച്ചു. कि पिछले दिन एक परमेश्वर दास ने बोला और मुझे बहुत ഒരു ഉടമ്പടി ചെയ്തല്ലേ. दावीद के साथ उसने वाचा बांधा. ദാവീദ് പലപ്പോഴും അവിശ്വസ്തനായി തീർന്നു. लेकिन दावीद बहुत बार अविश्वास किया. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ? उससे गलती हुआ कि नहीं हुआ? പക്ഷെ ഉടമ്പടി ക്യാൻസൽ ചെയ്തോ? क्या उसका वाचा कैंसिल किया? ദേവദാസൻ പറഞ്ഞ സെന്റൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. उसने बोला बात मुझे अच्छा लगा. ഞാൻ പറഞ്ഞത് उसने क्या कहा? പിന്നീടുള്ള എല്ലാ രാജാക്കന്മാരുടെ ജീവിതത്തെ ദൈവം കമ്പയർ ചെയ്തത് ദാവീദിന്റെ ലൈഫുമായിട്ടാ. कि बाकी आगे सारे राजाओं का जो जीवन है परमेश्वर ने दावीद के साथ कंपेयर किया. David was a model for holiness. कि दावीद जो था एक पवित्रता का मॉडल था. उसके बाद के राजाओं को कहा പിതാവായ ദാവീദിനെ പോലെ बोला कि तेरा पिता दावीद के യഹോവയുടെ समान വഴിയിൽ നടന്നു. कि यहोवा का रास्ते पे चला. അല്ലെങ്കിൽ നടന്നില്ല. नहीं तो नहीं चला. അളക്കാനുള്ള അളവുകോലായിട്ട് ദാവീദ് നീ എങ്ങനെ മാറിയത്? तो नापने के लिए तुझे कैसे दावीद उठाया? അടുത്ത രാജാക്കന്മാരെ അളക്കാനുള്ള അളവുകോലായിട്ട് നീ എങ്ങനെ മാറിയത്? कि आने वाले राजाओं को नापने के तू कैसे नाप का हिस्सा बना? കുറവില്ലാഞ്ഞിട്ടാണോ? क्या तेरे में कमियां नहीं था बोल के? പാപം ചെയ്യാഞ്ഞിട്ടാണോ? पाप नहीं किया बोल के क्या? नहीं. നീ അവിശ്വസ്തനായി തീർന്നാലും भले तू अविश्वस्त हो जाए, വിശ്വസ്തനായി ഒരുവൻ നിന്റെ കൂടെ നിന്നു. कि विश्वास बन के एक तेरे साथ है. അതലാ റംഷൽ ഖമാന. നീ പാപം ചെയ്തപ്പോൾ जब तूने पाप किया നിന്നെ തള്ളിക്കളയാതെ तुझे ठुकराते ना हुए, നിന്റെ പാപത്തെ അവൻ ക്ഷമിച്ച് तेरे पाप को क्षमा करके ശുദ്ധീകരിച്ച് अपराधा तुझे शुद्ध करके അവിശ്വസ്തതയിൽ നിന്ന് आमीन तेरा अविश्वास से പണിതെടുത്ത് പിന്നെ വിശ്വസ്തനാക്കിയെങ്കിൽ तुझे बना के फिर से विश्वस्त बनाया. ഞാൻ तो ആത്മാവിൽ ഒരു ദൂത് मैं പറയാം. आत्मा में एक वाणी देता നീ हूँ, അവിശ്വസ്തനായി തീർന്നാലും तू भले अविश्वास बन God जाए, is faithful. परमेश्वर विश्वास He योग्य will है. rebuild you. वो तुझे फिर से He बनाएगा, will bring back you to the faithfulness. तुझे वो विश्वास में लेके आएगा. Are you listening me? क्या मुझे सुन रहे हो आप? ഞാൻ വിശ്വസിക്കുന്നത് പറയാ. मैं जो विश्वास करके कहता നീ हूँ, അവിശ്വസ്തനായി തീർന്നാലും भले मैं अविश्वासी बन जाए, പിന്നെ ദൈവം കൈവിടത്തില്ല. मुझे परमेश्वर छोड़ेगा नहीं. എന്തുകൊണ്ട് കൈവിടത്തില്ല? क्यों नहीं छोड़ेगा? അവൻ എന്നോട് ചെയ്ത വാഗ്ദത്തങ്ങൾ, क्योंकि उसने मेरे साथ जो അവൻ किया എന്നോട് वाचा ചെയ്ത है, ഉടമ്പടി അത്ര വലിയ ശക്തമാ. उसने जो किया हुआ वाचा है बहुत सामर्थ्यशाली है. ഞാൻ പണ്ട് എപ്പോഴോ പറഞ്ഞിട്ടുള്ളതാ. मैंने पहले कभी तो कहा ഞാൻ है, അവന്റെ കൈയല്ല പിടിച്ചേക്കുന്നത്. आमीन हालेलुया, मैंने उसका हाथ नहीं I'm पकड़ा not है. holding his hand. मैंने उसका हाथ नहीं पकड़ा But है. he is holding आमीन me. आमीन आमीन, उसने मुझे पकड़ा है. ഞാൻ അവന്റെ കൈ പിടിച്ചാൽ अगर मैं उसके हाथ पकड़ूं, ഇടയ്ക്കൊക്കെ ഞാൻ കൈ വിട്ടിട്ട് പോകും. कभी कभी मैं हाथ छोड़ के ഞാൻ അവന്റെ जाएगा. കൈ പിടിച്ചാൽ मैं उसका हाथ पकड़ूं, ചിലപ്പോ കാല് തട്ടുമ്പോൾ എന്റെ കൈ ലൂസ് ആകും, ഞാൻ വീണു പോകും. जब मेरा पैर टकराएगा तो मेरा हाथ लूज हो It's जाएगा. not me. ये मैं नहीं, He is holding my right. वो मेरा हाथ पकड़ा हुआ റംസ് है. ഞാൻ നിൽക്കുന്നത്, इसके लिए मैं खड़ा हूं, വീഴാതിരിക്കുന്നത് नहीं गिरा. ഞാൻ എന്റെ കൈ പിടിച്ചത് കൊണ്ടല്ല. मैंने उसका हाथ पकड़ा അവന്റെ के नहीं. കൃപയാ അവൻ എന്നെ കൈ പിടിച്ച് നടത്തുകയാ. उसका अनुग्रह है कि उसने हाथ पकड़ കൈ के ഉയർത്തി चलाया. പിടിച്ചിട്ട് കർത്താവിനോട് പറയാം, എന്നെ ഒന്ന് പിടിച്ചോണേ. आप महाराज हाथ उठा के बोल, परमेश्वर परमेश्वर ഞാൻ तू मुझे നിന്നെ पकड़ ले. പിടിക്കാമെന്നല്ല, ഞാൻ നിന്നെ പിടിക്കാമെന്നല്ല. परमेश्वर ये नहीं, मैं तुझे ഞാൻ पकड़ूंगा. പിടിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോഴൊക്കെ എനിക്ക് അബദ്ധം പറ്റും. यदि मैं पकड़ने की कोशिश करूं मुझसे गलती എനിക്ക് होगा, അവിശ്വസ്തതയുണ്ടാകും. मेरे में अविश्वास तो പക്ഷേ होगा, എന്നെ പിടിച്ചോണേ, लेकिन मुझे पकड़ना, എന്നെ मैं താങ്ങി നടത്തിയോക്കോണേ, मुझे संभाल के चलाना, मेरे पैर को फिसलने के लिए ना देना है. എന്റെ കാലിനെ ഇടാൻ കൊടുക്കില്ലേ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ദൈവമക്കളെ? मैं जो बोल रहा आप सुन रहे हो?
ദാവീദ് ആള് നല്ലതായതുകൊണ്ടല്ല, दावीद अच्छा है कि नहीं, പലപ്പോഴും അവിശ്വസ്തത വന്നു. काफी बार अविश्वस्त किया. പക്ഷേ അവിശ്വസ്തത വെളിപ്പെട്ടപ്പോൾ जब उसका अविश्वसता प्रकट हुआ, ദൈവം തന്റെ ചെറിയ വടിയെടുത്ത് ദാവീദിന് ഓരോ കൊട്ടു കൊടുത്തു. परमेश्वर छोटा लाठी से उसको मारा. കൊട്ടു കിട്ടിക്കഴിഞ്ഞപ്പോൾ जब उसको मार मिला, ദാവീദ് പറഞ്ഞു, കർത്താവേ ഞാൻ തിരിച്ചു വരാം കേട്ടോ. जब उसको मार मिला, दावीद ने बोला परमेश्वर मैं लौट आता हूं, ക്ഷമിക്കണേ അപ്പാ, मुझे क्षमा करना पिता, എനിക്ക് പണ്ടത്തെ പോലെ ഫെയ്ത്ത്ഫുൾ ആകണം, मुझे पहले के ऐसा विश्वस्त योग्य बनना है, ഈ മലിനമായ ഹൃദയം ഒന്ന് മാറണം, मेरे जो गंदा से भरा हुआ हृदय पूरा साफ होना है, എന്റെ സ്പിരിറ്റിൽ ഒരു റിന്യൂവൽ എനിക്ക് അനുഭവിക്കണം. मेरे आत्मा में एक नयापन मुझे पाना है. കേൾക്കുന്നുണ്ടോ? सुन रहे हैं क्या? Pray for a renewal in your spirit. क्या आप प्रार्थना करेगा आपके आत्मा में एक नयापन Can के you लिए? pray for a renewal in your spirit? क्या आप प्रार्थना करेगा आपके आत्मा में नयापन के लिए? Can you pray for a renewal in your mind, in your heart? क्या आप एक प्रार्थना करेगा आपके मन में, आपके दिल में एक नयापन होने के लिए? ഉടമ്പടികളുടെ ദൈവമാ, वाचा का परमेश्वर, ഉടമ്പടികളുടെ ദൈവമാ. वाचा का परमेश्वर. വൺ വേ കേട്ടോ. वन वे है ये. ദാവീദേ, दावीद നിന്നെ കുറിച്ച് മാത്രമല്ല, केवल तेरे लिए नहीं, നിന്റെ തലമുറയെ കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോവുകയാണ്. तेरे पीढ़ी के लिए भी आज मैं बातें करने वाला है. നിന്റെ തലമുറയെ കുറിച്ച് വലിയ ദൈവിക പദ്ധതികളുണ്ട്. तेरे पीढ़ी के लिए बहुत बड़ा योजना है. നീ അല്ല ആലയം പണിയേണ്ടത്, तू नहीं मंदिर बनाएगा, അടുത്ത തലമുറ ആലയം പണിയാൻ പോകും. तेरे आने वाले पीढ़ी बनाएगा. ദാവീദിന് ഇത് കേട്ടപ്പോൾ സന്തോഷം. दावीद को सुना तो आनंद हुआ. ഹല്ലേലൂയ. हालेलुया. ദാവീദ് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയതായി. दावीद ने परमेश्वर सामने घुटने ഈ टेका. ദൂത് കേട്ടിട്ട് ये वाचा सुन के ദാവീദ് അകത്തെ മുറിയിലേക്ക് പോയി. वो अंदर के कमरे में गया. അങ്ങനെയാണ് പ്രിയമുള്ളവരെ നമ്മളോട് വചനത്തിൽ ऐसा വായിക്കുന്നത്. है कि हमसे वचन कहता ഈ है, ദൂത് കേട്ടിട്ട് ये वाचा सुन के ഓ അകത്തെ മുറിയിലേക്ക് ദാവീദ് പോയിട്ട് वो अंदर के कमरे में जाके ദാവീദ് മുഴങ്കാലുകളെ ദൈവസന്നിധിയിൽ മടക്കി. दावीद घुटने टेका. കഴിഞ്ഞ ഏതോ ദിവസം ഞാൻ വചനം പറഞ്ഞപ്പോൾ പറഞ്ഞ വിഷയമാണ്. पिछले दिनों में जब वचन कहा तो मैंने कहा മുഴങ്കാൽ മടക്കണം. घुटने टेकना है. പൗലോസ് എന്താ പറഞ്ഞത്? पौलुस ने क्या कहा? അത് നിമിത്തം उसके द्वारा, ഞാൻ പിതാവിന്റെ സന്നിധിയിൽ आमेन, हालेलुया, उसके द्वारा मैं पिता के सामने घुटने टेकता അത് हूँ. നിമിത്തം ഞാൻ മുട്ടുകുത്തുകയാ. उसके द्वारा मैं घुटने टेकता ഇന്ന് हूँ. പകൽക്കാലം നിനക്ക് മുട്ടുകുത്തുവാൻ മനസ്സുണ്ടോ? क्या आज तू घुटने टेकने को इच्छा रखता है? മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? घुटना टेकने का अर्थ क्या है? കംപ്ലീറ്റ് സറണ്ടറിനെ കാണിക്കുന്നു. पूर्ण तरह से संपूर्णता में सरेंडर होना. ഒരാളുടെ മുമ്പിൽ മുട്ടുകുത്തിയാൽ അതിന്റെ അർത്ഥം എന്താ? एक व्यक्ति के सामने घुटने टेकने का अर्थ क्या है? നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കുക. हमें पूरी तरह से समर्पण करना. ഞാൻ ഒന്നുമല്ലെന്ന് സമ്മതിക്കുക. मैं कुछ भी नहीं है, ഞാൻ പരാജയപ്പെട്ടെന്ന് സമ്മതിക്കുക. मैं पराजित हुआ मानना. ഇന്ന് പകൽക്കാലം ചിലർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കട്ടെ. आज कुछ लोग परमेश्वर के सामने घुटना टेके. ഹല്ലേലൂയ. നിങ്ങൾ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന വ്യക്തിയാണെങ്കിൽ, यदि आप परमेश्वर के सन्निधि में घुटना टेकने को तैयार हैं, 2 ശമൂവേൽ 7:18 വാക്യം ഇങ്ങനെ പറയുന്നത്, 2 शमूएल 7 का 18वां आयत इस प्रकार कहता അപ്പോൾ है, ദാവീദ് രാജാവ് അകത്ത് ചെന്നു तभी दावीद राजा अंदर गया. യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞതെന്നാൽ, कि परमेश्वर के सन्निधि में क्या कहा? കർത്താവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്, എന്റെ ഗ്രഹവും എന്തുള്ളൂ? परमेश्वर तू मुझे यहाँ तक लाने के लिए मैं कौन, मेरा घराना क्या है? ഹല്ലേലൂയ. കർത്താവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആരാ, എന്റെ ഗ്രഹം? परमेश्वर मुझे यहाँ तक लाने के लिए मैं कौन हूँ, मेरा घराना क्या है? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത്രത്തോളം കർത്താവേ എന്നെ സ്നേഹിപ്പാൻ परमेश्वर मुझे इतना प्रेम करने के लिए ഞാനും എൻ ഭവനവും എന്തുള്ളൂ? मैं और मेरा भवन क्या है? എന്ത് യോഗ്യതയാ കർത്താവേ? क्या योग्यता है? യോഗ്യത നോക്കുവാണെങ്കിൽ ഒന്നുമില്ല കേട്ടോ. योग्यता देखिए तो कुछ भी नहीं है. കർത്താവേ, परमेश्वर ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ यहाँ तक मुझे लाया, ഞാനും എന്റെ ഗ്രഹവും എന്തുള്ളൂ? मैं और मेरा कुटुंब क्या है? മാത്രമല്ല उतना ही नहीं, അടുത്ത വാക്യത്തിൽ പറയുന്നു, अगले आयत में कहता है പോരാ എന്ന് ദൈവത്തിന് തോന്നിയിട്ട് कि ये काफी नहीं है. परमेश्वर को लगा ഇത്രയൊക്കെ ചെയ്ത അനുഗ്രഹങ്ങൾ പോരാ എന്ന് ആർക്ക് തോന്നിയത്? इतना सब कुछ आशीष का कमी है करके किसको लगा? ഇത്രയൊക്കെ ചെയ്ത അനുഗ്രഹം പോരാന്ന് ദൈവത്തിന് തോന്നിയത്? परमेश्वर को लगा इतना काफी नहीं है. നമ്മുടെ ദൈവത്തിന്റെ ഒരു സ്വഭാവം നോക്കി, हमारा परमेश्वर का स्वभाव है, നമ്മളെ അനുഗ്രഹിച്ചിട്ടേക്കുകയാ. हमें आशीषित करके डाला है. നമ്മളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാ കേട്ടോ. हम सब आशीषित हैं. ഞാൻ പിന്നെ ആവർത്തിച്ച് പറയാം, मैं फिर से कहता हूँ, നമ്മളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാ. हम सभी लोग അത് आशीषित വലിയ हैं. വീടുള്ളത് കൊണ്ടല്ല, वो बड़ा मकान है बोल के വലിയ नहीं, വണ്ടിയൊക്കെ ഉള്ളത് കൊണ്ടല്ല, बड़ा गाड़ी है बोल के നമ്മുടെ नहीं. ഹൃദയത്തിനകത്തൊക്കെ ഒരു ദൈവസാന്നിധ്യം, ഒരു സന്തോഷം, ഒരു സമാധാനം അല്ലേ ഉണ്ടോ? हमारा हृदय के अंदर एक परमेश्वर की शांति है, एक समाधान है. അനുഗ്രഹിക്കപ്പെട്ടവരാ. वो आशीषित है हम सब. ഇത് പോരെന്ന് കർത്താവിന് തോന്നിയത്. परमेश्वर को लगा ये काफी नहीं है, ഇത് പോരെന്ന് തോന്നിയിട്ട് ये काफी नहीं है लग के കർത്താവ് കുറച്ചുകൂടെ പറയുക. परमेश्वर और कहता है. ചിലരെ നോക്കി ഞാൻ ദൂത് പറയുക. इन दिनों में कुछ लोगों को देख के वाणी देता हूं ഇന്ന് വരെ നിനക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ,
कि आज तक तुझे जो परमेश्वर तुझे आशीष है അത് പോരെന്ന് കർത്താവിന് തോന്നിയെന്ന്. वो परमेश्वर को लगता है काफी नहीं है. വരുന്ന നാളുകളിൽ നിന്നെയും നിന്റെ തലമുറയെയും നിന്റെ ഭാവിയെയും അനുഗ്രഹിപ്പാൻ കർത്താവ് വിശ്വസ്തനാണ്. आने वाले समय में तुझे और तेरे पीढ़ी को आशीषित करने के लिए परमेश्वर വിശ്വാസത്തോടെ विश्वास കൂടെ പറഞ്ഞാട്ടെ, हर एक विश्वास के साथ कहे ഇനിയും കർത്താവ് എന്നെ മാനിക്കും, अभी और परमेश्वर मुझे सम्मान ഇനിയും देगा, കർത്താവ് എന്നെ അനുഗ്രഹിക്കും. परमेश्वर और मुझे आशीष ഇത് करेगा. പോരെന്ന് കർത്താവിന് തോന്നി. परमेश्वर लगा ये काफी नहीं ഇന്ന് है. വരെ ഞാൻ പ്രാപിച്ച വിജയങ്ങൾ പോരെന്ന് കർത്താവിന് आज തോന്നി. तक मैंने जो प्राप्त किया विजय काफी नहीं है. परमेश्वर को ഇന്ന് लगा വരെ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ പോരെന്ന് കർത്താവിന് തോന്നി. आज तक जो मुझे मिला आशीष काफी नहीं है. परमेश्वर को लगता അവൻ है ഇനി എന്നെ അനുഗ്രഹിക്കാൻ പോകും. और मुझे आशीषित करने वाला നമ്മുടെ है. കർത്താവിന്റെ സ്വഭാവം हमारा परमेश्वर का ഇത് स्वभाव പോരെന്ന് കർത്താവിന് തോന്നി. परमेश्वर को ये काफी नहीं है. ഹല്ലേലൂയ. നിങ്ങളെ നോക്കി പറഞ്ഞാട്ടെ, अब आपको देख के कहो എന്റെ ജീവിതത്തിൽ ഇനിയും ചിലത് കർത്താവ് വെളിപ്പെടുത്താൻ പോകും. मेरे जीवन में और परमेश्वर को कुछ प्रकट ഇനിയും करने ചിലത് वाला है ചെയ്യാൻ പോകുക. और कुछ करने वाला കുഞ്ഞുങ്ങളെ है. വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ പറഞ്ഞാട്ടെ, जो पढ़ाई करने वाले बच्चों कहो ഇനിയും നിങ്ങൾ പഠിക്കണമെന്ന് കർത്താവ് ആഗ്രഹമുണ്ട് कि കേട്ടോ. परमेश्वर चाहते हो और तुम पढ़ाई ഇത് करो. പോരെന്ന് കർത്താവിന് തോന്നിയെന്ന്. परमेश्वर लगते हैं काफी नहीं നിങ്ങളെ है പഠിപ്പിക്കാൻ കർത്താവ് വിശ്വസ്തനാണ്. और तुम्हें पढ़ाने को परमेश्वर विश्वास योग्य है. ധൈര്യത്തോടു കൂടെ പറഞ്ഞാട്ടെ, धैर्य के साथ के പഠിത്തത്തിൽ പ്രശ്നമുള്ള കുഞ്ഞുങ്ങൾ പറഞ്ഞാട്ടെ, जो पढ़ने में कमजोर है वो ഇതിന് के നല്ല വിദ്യാഭ്യാസം ദൈവം എനിക്ക് തരും. इससे भी अच्छा तालीम परमेश्वर मुझे എന്റെ देगा. ഗ്രാജുവേഷൻ കിട്ടിയതിലും നല്ല മാർക്ക്, എന്റെ 12th കിട്ടിയതിലും നല്ല മാർക്ക് അടുത്ത എന്റെ ചുവടുകളിൽ ദൈവം തരാൻ പോകുക. मुझे ग्रेजुएशन में जो मिला, मुझे 12वीं में जो मिला, उससे भी अच्छे नंबर ഇത് परमेश्वर मुझे देंगे. പോരെന്ന് കർത്താവിന് തോന്നി. परमेश्वर ये काफी नहीं है. കുഞ്ഞുങ്ങൾ പറഞ്ഞാട്ടെ, बच्चे लोग मुंह खोल के कहो, വിശ്വാസത്തോടു കൂടെ പറഞ്ഞാട്ടെ, विश्वास के साथ ഞാൻ कहो, പഠിക്കും, मैं पढ़ाई करूंगा, കർത്താവിന്റെ കൂടെ ഇരിക്കും, परमेश्वर मेरे साथ എന്നെ रहेगा, അനുഗ്രഹമാക്കും, मुझे आशीष ഞാൻ बनाएगा, ജയിക്കും, मैं जय ദൈവനെ होगा, മാനിക്കും. परमेश्वर मुझे सम्मान വിദ്യാഭ്യാസം ചെയ്യുന്ന करेगा. എല്ലാ കുഞ്ഞുങ്ങളും പറഞ്ഞാട്ടെ, हर एक जन कहे ഞാൻ പഠിക്കും, मैं पढ़ाई करूंगा, കർത്താവിന്റെ കൂടെ ഇരിക്കും. परमेश्वर मेरे साथ रहेगा. വിശ്വാസത്തോടു കൂടെ പറഞ്ഞു, കർത്താവിന്റെ കൂടെ ഇരിക്കും, विश्वास के साथ എന്നെ को ഒരു परमेश्वर मेरे അത്ഭുതമാക്കി साथ മാറ്റും. रहेगा. ഇത് പോരെന്ന് കർത്താവിന് തോന്നി. परमेश्वर को लगा ये काफी नहीं है. എന്റെ ബുദ്ധിയെ കർത്താവ് തൊടാൻ പോകും, मेरी बुद्धि को परमेश्वर എന്റെ ബുദ്ധിയെ छुएगा, കർത്താവ് വർദ്ധിപ്പിക്കാൻ പോകും. मेरी बुद्धि को ഇത് परमेश्वर बढ़ाएगा. പോരെന്ന് കർത്താവിന് തോന്നി. परमेश्वर लगा ഇത് ये काफी പോരെന്ന് नहीं है. ആമീൻ പറഞ്ഞ് സ്വീകരിച്ചട്ടെ. आमीन बोल के स्वीकार करो. ശുശ്രൂഷ ചെയ്യുന്നവർ പറഞ്ഞാട്ടെ, जो सेवकाई करे ഇത് कहो പോരെന്ന് കർത്താവിന് തോന്നി. ये काफी नहीं परमेश्वर को लगता നിങ്ങൾ है. സ്വീകരിച്ചു, ഞാൻ സ്വീകരിക്കുക. मैं स्वीकार कर रहा हूं. आमीन. പിന്നീട് ശുശ്രൂഷ വളരാൻ പോകുക. और सेवकाई बढ़ेगा യേശുവിന്റെ നാമത്തിൽ. यीशु के ഇന്ന് नाम വരെ से. ചെയ്ത ശുശ്രൂഷ പോരെന്ന് കർത്താവിന് आज തോന്നി. तक जो किया सेवकाई काफी नहीं പുതിയ है. കൃപാവരങ്ങൾ തരാൻ പോകുക. नेक वरदान देंगे. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, पिछले दिनों में നീ कहा അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ अगर तू कम में विश्वास നിന്നെ रहेगा അധികത്തിന് വിചാരകനാക്കും. तुझे ज्यादा में विश्वास നീ योग्य ഒരു बनाएगा. ടാലന്റിൽ വിശ്വസ്തനായിരുന്നാൽ एक खाल में अगर तू विश्वास योग्य ഒന്നിനെ रहेगा, പത്താക്കാൻ നീ നിനക്ക് പറ്റിയാൽ, कि अगर एक को तू 10 कर पाया, വിശ്വസ്തനല്ലാത്തവന്റേത് जो विश्वास नहीं है അതോട് നിന്നെ ഏൽപ്പിക്കുമെന്ന്. वो भी तुझे देगा. അടുത്ത ചില വർഷങ്ങളിൽ आने वाले ചില सालों में പുതിയ ടാലന്റുകൾ, कुछ नए वरदान ഇന്നില്ലാത്തത്, आज जो नहीं ചില है, പുതിയ കൃപാവരങ്ങൾ कुछ नए वरदान है ഇന്നില്ലാത്തത് आज जो नहीं നിന്റെ है, മേൽ വെളിപ്പെടുത്താൻ സ്വർഗ്ഗം വിശ്വസ്തനാണ്. तेरे में प्रकट निकले स्वर्ग विश्वास योग्य People, है. can you believe me? क्या तू विश्वास कर सकते? Hallelujah. ഞാൻ രാവിലെ ഡാനിയെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന വഴിക്ക് आज सुबह डैनी को ड्रॉप करने के लिए जब आया, ജെനിസൺ ഫ്രാങ്ക്ലിന്റെ ഒരു പാട്ട് കേട്ടോണ്ടാ വന്നത്. जेनिसन फ्रैंकलिन का एक गाना सुन के आया. ജെനിസൺ ഫ്രാങ്ക്ലിൻ എന്റെ ഫേവറേറ്റ് എന്റെ ഫേവറേറ്റ് എന്താ പറഞ്ഞ പ്രീച്ചറാണ്. जेनिसन फ्रैंकलिन जो है पास्टर का फेवरेट प्रीचर है. ഇടയ്ക്കൊക്കെ ഞാൻ എല്ലാ ആഴ്ചയിലും അദ്ദേഹത്തിന്റെ മെസ്സേജ് എന്തായിരുന്നെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കേൾക്കും. ഇന്ന് ഈ ആഴ്ച പുള്ളി സൺഡേയിൽ എന്താ പറഞ്ഞത്, कि हर हफ्ते उनका मैसेज क्या है एक बार पास्टर सुनता है. അപ്പൊ ഈ ജെനിസൺ ഫ്രാങ്ക്ലിന്റെ 6 വർഷം പഴയ ഒരു പാട്ടാ. 6 साल पुराना उनका गीत है. എനിക്ക് പാട്ട് പുള്ളി സാക്സഫോൺ ഒക്കെ വായിക്കുന്ന കണ്ടപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. उनका गीत सुन के मुझे एक अचंभर लगा. ഞാനോർത്ത് എന്തൊരു ടാലന്റഡാ, मतलब कितना टैलेंटेड है, കർത്താവ് എന്തൊരു ടാലന്റോടാ ദൈവദാസനെയൊക്കെ കർത്താവ് അല്ലേ मतलब കൊണ്ടുവന്നത്. कितने टैलेंटेड है वो. തേർഡ് ജനറേഷൻ പാസ്റ്റർ മോനാ കേട്ടോ. അപ്പം പാസ്റ്റർ ആയിരുന്നു, വലിയപ്പം പാസ്റ്റർ ആയിരുന്നു. पिता भी पासवान था, दादा भी पासवान था. അങ്ങനെ ഒരു വലിയ അനുഗ്രഹമുണ്ട്. वही बहुत बड़ा आशीष നമ്മുടെ है. കുഞ്ഞുങ്ങൾക്കൊക്കെ കിട്ടിയ അനുഗ്രഹം എന്താണെന്നറിയാം? हमारे बच्चों को मिला ഈ आशीष क्या ചെറുപ്പത്തിലെ है? ഇതിനകത്ത് ജനിച്ചു വളർന്നുകൊണ്ട് കൊട്ടാനും പാടാനും ഒക്കെ ചെറുപ്പത്തിൽ അങ്ങ് പഠിക്കുക. कि इसमें जन्म हुआ बोल के बजाने के लिए गाने के लिए सब सीख ശരിയല്ലേ? गया. കൊട്ടാനും പാടാനും ഒക്കെ ചെറുപ്പത്തിലെ പഠിച്ചവരങ്ങ് അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ बचपन में वो लोग യേശു सीख के ക്രിസ്തുവിന്റെ आशीषित हुआ. നാമത്തിൽ आप നിങ്ങളെ आशीषित है, അനുഗ്രഹിക്കുക. यीशु मसीह के नाम से आपको നാളെ आशीषित करते നിങ്ങളൊക്കെ हैं. സ്റ്റേജിൽ നിൽക്കുമ്പോൾ कल आप जब स्टेज में खड़े रहेंगे അവതാളമൊന്നും ഇല്ലാതെ നിങ്ങൾ പാടും. ഹല്ലേലൂയ. कि आप उसमें अच्छा गाएंगे, Beautiful ആയിട്ട് നിങ്ങൾ മ്യൂസിക് വായിക്കും. अच्छी तरह से म्यूजिक पढ़ेंगे. ഞാൻ രാവിലെ ഇന്ന് വന്നപ്പോൾ ചിന്തിച്ചൊരു കാര്യമാണ്. मैं जो सुबह जो सोचा, എന്തൊരു സാക്സഫോൺ വായനയാണ്. പാസ്റ്റർ ആകട്ടോ, वो पास्टर है, പക്ഷെ അത് അങ്ങനെ അധികം വായിക്കാറില്ല. കാരണം അദ്ദേഹത്തിന്റെ മെയിൻ ശുശ്രൂഷ എന്താ? ഹി ഈസ് എ പ്രീച്ചർ. ഹല്ലേലൂയ. वो ज्यादा संगीत नहीं करते कि उसका जो सेवक है ये प्रीचर है. ചിലർ പറഞ്ഞാട്ടെ, कुछ लोग कहें ഇത് പോരെന്ന് കർത്താവിന് തോന്നി. परमेश्वर को लगे कि ये काफी नहीं है. നമ്മളല്ല പറഞ്ഞത് ഇത് പോരെന്ന്. मैंने नहीं कहा. നമ്മളിടയ്ക്ക് പാടും, ഇത് പോരായേ,
ഈ സാന്നിധ്യം പോരായേ. പഠിക്കട്ടെ. ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, സാന്നിധ്യം പോരായേ, സാന്നിധ്യം പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, നിൻ സാന്നിധ്യം പോരായേ. ഈ വീട് പോരായേ എന്നല്ല, അങ്ങനെ ഈ വീട് പോരായേ എന്നാണ്. मैंने ऐसा नहीं गाया कि एक घर काफी नहीं है, ഈ ഗാഡി പോരായേ എന്നല്ല പാടിയത്. एक गाड़ी काफी नहीं है, ഈ ऐसा नहीं. സാന്നിധ്യം പോരായേ. तेरी मौजूदगी जो है वो काफी नहीं है. എന്താ പാടിയത്? मैंने क्या कहा? എനിക്ക് നിന്റെ സാന്നിധ്യം വേണം. तेरी उपस्थिति मुझे चाहिए. കർത്താവ് എനിക്ക് വേറെ ഒന്നും വേണ്ട. परमेश्वर मुझे दूसरा कुछ नहीं चाहिए. ദാവീദിന്റെ ഒരു സ്റ്റൈലാ അത് കേട്ടോ. वो दावीद का एक स्टाइल था. ദാവീദ് ചെല്ലുമ്പോൾ എന്താ ചോദിക്കുന്നത് അറിയോ? ഞാൻ ഒരു കാര്യം യഹോവയോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ കാംക്ഷിക്കുക, അത് തന്നെ ഞാൻ ഫോക്കസ് ചെയ്യുക. कि वो कहते हैं मैंने एक ही बात परमेश्वर से मांगा, मैं उसी चीज को फोकस करता, मैं वही चाहता हूँ. എന്താ ദാവീദേ? क्या है दावीद? എനിക്ക് നിന്റെ ഭവനത്തിൽ നിന്റെ കൂടെ വന്നിരിക്കണം. मुझे तेरे भवन में तेरे साथ बैठना है. അങ്ങനെ ഇരിക്കാൻ കൊതിച്ചപ്പോൾ, जब ऐसा बैठने की इच्छा रखा, ചോദിക്കാഞ്ഞപ്പോൾ दूसरा कुछ नहीं मांगा അവൻ तो സ്വർഗ്ഗത്തിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, पिता स्वर्ग से कहा, എനിക്ക് തോന്നിയിടാ മോനെ നിന്നെ അനുഗ്രഹിച്ചത് പോരെന്ന്. मुझे ഹല്ലേലൂയ. लगा बेटा तुझे आशीष സാന്നിധ്യം काफी नहीं കൊതിക്കുന്ന है. ദൈവപൈതലേ, जो सानिध्य चाहते हैं ദൈവ परमेश्वर बच्चों, മഹത്വത്തോട് ചേർന്നിരിക്കാൻ കൊതിക്കുന്ന ദൈവപൈതലേ, परमेश्वर की महिमा के साथ സ്വർഗ്ഗം बैठने की നിന്നെ इच्छा നോക്കിയിട്ട് रखने वाले. പറയും, നിന്നെ നടത്തിയത് പോരാ, നിന്നെ അനുഗ്രഹിച്ചത് പോരാ, तुझे चलाया काफी नहीं, നിനക്ക് तुझे തന്ന आशीष किया काफी കൃപാവരങ്ങൾ नहीं, പോരാ, तुझे वरदान दिए काफी नहीं है. ആത്മാവിൽ സ്വീകരിച്ചാട്ടെ. आत्मा में स्वीकार करो, आत्मा में നിങ്ങൾ ഈ स्वीकार വചനം ഇങ്ങനെ करो. കേട്ടാൽ പോരാ, आपको ये वचन ऐसे सुनना नहीं है. മനസ്സിലാകുന്നവർ ദൈവത്തെ സ്തുതിച്ചതൊന്ന് സ്വീകരിച്ചാട്ടെ. जो से समझ में आते हो स्वीकार करो. ചാടി ചാടി പിടിച്ചോണം കേട്ടോ. आपको पकड़ना है उस वचन को. നമ്മുടെ പല ദൈവമക്കൾക്ക് വചനം സ്വീകരിക്കാൻ അറിയത്തില്ല. हमारे काफी सारे परमेश्वर के बच्चों को वचन നിങ്ങൾ स्वीकार करने नहीं आते. ശാന്തമായിട്ടിരിക്കരുത്. आप ഈ शांत होकर വചനം नहीं നിങ്ങളെ बैठना है. തൊടുന്നുണ്ടെങ്കിൽ ചാടി പിടിച്ചോണം. यदि वचन आपको छूता है तो वचन को आपको स्वीकार ആരാധിച്ച് करना है. പിടിച്ചോണം. आराधना करके स्वीकार പിടിച്ചില്ലെങ്കിൽ, करना है. अगर पकड़ेगा नहीं तो ഹലോ, ഈ ചിലപ്പോ ക്രിക്കറ്റ് കളിക്കുന്നവരുടെ കാര്യം പറഞ്ഞ പോലെ ये जो क्रिकेट खेलते हैं उसके समान है. ചിലർ ബൗൺസർ വരുമ്പോ ഇങ്ങനെ അങ്ങ് കുനിഞ്ഞു കളയും. कुछ लोग बाउंसर आए तो नीचे झुक जाते हैं. ഇത് തലയുടെ മേളിൽ കൂടെ അങ്ങ് പോകും. ये सिर के ऊपर से जाएगा. അങ്ങനെ വിട്ടുകൊടുക്കരുത് കേട്ടോ. ऐसे ऊपर से छोड़ना നല്ല नहीं है. ബൗൺസറൊക്കെ പൊക്കി അങ്ങ് സിക്സ് അടിച്ച് പുറമോട്ട് വിട്ടോണം. अच्छा ഹല്ലേലൂയ. बाउंसर तो अच्छा एक छक्का मार के छोड़ देने का. ബാറ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തോണം. ഹല്ലേലൂയ. ബാറ്റ് को आपको flip അതൊക്കെ करना है. പോകുന്ന പിടിച്ചോ കയറി മഷൽ ഖാമാന പിടിച്ചോ. ഇന്ന് ഈ ദൂത് പിടിച്ചോ. ഈ ദൂത് നിങ്ങൾ ഏറ്റെടുത്തോ. നിങ്ങൾ കുനിഞ്ഞു കൊടുത്താൽ यदि आप झुक के देगा, പുറകെ പിടിക്കാൻ ആള് നിൽപ്പുണ്ട്. पीछे पकड़ने के लिए लोग खड़े हैं. നിങ്ങൾ വിട്ടുകൊടുത്താൽ പുറകെ പിടിക്കാൻ ആള് നിൽപ്പുണ്ട്. आप छोड़ के देगा तो पीछे पकड़ने के लिए लोग खड़े हैं. അതുകൊണ്ട് ഈ വചനം താഴോട്ട് ഇറങ്ങി വരുമ്പോൾ इसके लिए जब वचन उतर के आता है, പിടിച്ചോ. നിങ്ങൾ आपको പറഞ്ഞാട്ടെ, ഈ पकड़ना है. സാന്നിധ്യം എനിക്ക് പോരാ. ये सानिध्य मुझे काफी नहीं है. നിന്റെ സന്നിധിയിൽ എനിക്ക് വസിക്കണം. तेरे सानिध्य मुझे वास करना है. ദൈവസന്നിധി മുട്ടുമടക്കിയ ദാവീദിനോട് ദൈവം പറയുക, परमेश्वर के सानिध्य में घुटने टेका दावीद से ഇത് कहता है, പോരെന്ന് എനിക്ക് തോന്നിയടാ ദാവീദേ. मुझे लगा काफी नहीं है നിന്നെ दावीद, അനുഗ്രഹിച്ചത് പോരെന്ന് തോന്നി. तुझे आशीष किया काफी नहीं നിന്റെ है, കുടുംബത്തെ അനുഗ്രഹിച്ചത് പോരെന്ന് തോന്നി. तेरे कुटुंब को आशीष किया काफी നിനക്ക് नहीं है, നൽകിയ തലമുറ പോരെന്ന് എനിക്ക് തോന്നി. तुझे जो दिया पीढ़ी काफी नहीं है लगा. നിനക്ക് ഇനി മക്കൾ ജനിക്കാൻ പോകുകയാണെന്ന്. तुझे അതല്ല, और बच्चे जन्म രാംശഖമന, होंगे. ആ ജനിക്കാനുള്ള മക്കളുടെ ഭാവി കൂടെ ഞാൻ ദൂത് പറയാൻ ये പോകുകയാണെന്ന്. जो जन्म होने वाले बच्चों का पीढ़ी भी मैं तुझे वाणी में देता हूँ. ജനിച്ച മക്കളെ കുറിച്ച് മാത്രമല്ല, जन्म हुआ बच्चों के लिए नहीं, ഇന്നുമകൾക്കാലം ജനിക്കാനുള്ള തലമുറയെ കുറിച്ച് നീ ദൂത് പിടിച്ചോ. आज के दिन जन्म होने वाले पीढ़ी के लिए तू वादा पकड़ ले. നിന്റെ സന്തതി യഹോവയാൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. तेरे संतान जो है परमेश्वर से आशीषित होगा. അവരുടെ നാമം ഉയർത്തപ്പെട്ട നാമമാകാൻ പോകുകയാണ്. उनका नाम उठाया जाएगा. ധൈര്യമായിട്ട് ദൂത് സ്വീകരിച്ചു. धैर्य के साथ ये वाणी स्वीकार करो. ഹല്ലേലൂയ. हालेलुया. മക്കളെ, നിങ്ങൾക്കറിയാമോ, आपको पता है क्या, ദാവീദ് പറയും, ഇത് പോരെന്ന് കർത്താവിന് തോന്നിയിട്ട്. दावीद कहते हैं कि ये काफी नहीं परमेश्वर को लगा. എന്റെ ഭാവിയെ കുറിച്ച്, मेरे भविष्य के बारे എന്റെ में, കുടുംബത്തിന്റെ ഭാവിയെ കുറിച്ച്, मेरे कुटुंब के भविष्य के बारे में, ജനിപ്പാനുള്ള തലമുറയെ കുറിച്ച് जन्म होने वाले पीढ़ी के लिए കർത്താവേ നീ സംസാരിച്ചു. परमेश्वर तूने बात की. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, हमारे परमेश्वर की നമ്മുടെ खासियत, ദൈവം ചിലപ്പോഴും അങ്ങനെ കേട്ടോ. हमारा परमेश्वर इस प्रकार है, ദൂത് പറഞ്ഞു വരുന്ന കൂട്ടത്തിലെ जब वाणी कहते उस साथ में, ഇത് പോരെന്ന് കർത്താവിന് തോന്നും. ये काफी नहीं है परमेश्वर को लगेगा. ഹല്ലേലൂയ.
നിങ്ങൾക്കറിയാമോ क्या आपको पता है രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ दो राजा के किताब में ഹല്ലേലൂയ എലീശ പ്രവാചകൻ ഒരു ദൂത് പറയുക. एलीशा भविष्यद्वक्ता एक वाणी दे रहे हैं. ആ ദൂത് പറയുമ്പോൾ वो जो वाणी देता है ഹല്ലേലൂയ എലീശ ഇങ്ങനെ പറയുന്നത്, एलीशा इस प्रकार നിങ്ങൾ कहता है കാറ്റ് കാണുകയില്ല, आप हवा नहीं देखेंगे, മഴ കാണുകയില്ല, बारिश नहीं देखेंगे, എന്നാൽ लेकिन നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും മറ്റു മൃഗങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. लेकिन आप और आपके भेड़ बकरी पीने के लिए इस तराई में पानी से भरेंगे. രണ്ട് രാജ दो राजा മൂന്നാം അധ്യായം तीसरा अध्याय 17 വാക്യമാണ് ഞാൻ വായിച്ചത്. 3 का 17 मैंने पढ़ा ഈ है. താഴ്വര വെള്ളം കൊണ്ട് നിറയും. ये जो तराई ये पानी से भरेगा. എല്ലാവരും പറഞ്ഞാട്ട് ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. सभी लोग बोले ये तराई पानी से ഇത് भरेगा. ഉണങ്ങിയ താഴ്വരയാ, ये सूखा हुआ പക്ഷേ तराई है വെള്ളം കൊണ്ട് നിറയും. लेकिन पानी से भरेगा. നിങ്ങൾ കുടിക്കും, आप पिएंगे, നിങ്ങളുടെ മക്കൾ കുടിക്കും, आपके बच्चे पिएंगे, നിങ്ങളുടെ സകല ആടുമാടുകളും കുടിക്കും. आपके सारे बैल पशु पिएंगे. വിശ്വാസത്തോട് വിളിച്ചു പറ, विश्वास के साथ ഈ कहो താഴ്വര അമശക്കൽ കാമന രുതമാന രകശം തൂന. ഞാൻ സഭയെ നോക്കി ഒരു ദൂത് പറയട്ടെ. आप समय देखिए मैं ഈ वाणी താഴ്വര देता हूं. വെള്ളം കൊണ്ട് നിറയാൻ പോകുക, ये जो नाला है वो भरने वाला है, ദാഹം മാറാൻ പോകുക, प्यास बुझने वाला है. പരിശുദ്ധാത്മാവിന്റെ നദിയിൽ നിന്ന് ജനം കുടിക്കാൻ പോകുക, पवित्र आत्मा का नदी से लोग पिएंगे, നമ്മുടെ കുഞ്ഞുങ്ങൾ കുടിക്കാൻ പോകുക, आपके बच्चे पिएंगे, നമ്മുടെ തലമുറ അഭിഷേകത്തിന്റെ ഒരു പുതിയ ലെവലിലേക്ക് വരാൻ പോകുക, हालेलुया. हमारा जो पीढ़ी है अभिषेक का नए मंडल में जाएंगे. നമ്മുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കാൻ പോകുക, कि നമ്മുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കാൻ പോകുക. हमारे बच्चे और बेटे और बेटियां जो भविष्यवाणी prophetic देंगे. anointing है, മശഖമാന prophetic anointing एक है. भविष्यवाणी का जो ഈ अभिषेक है താഴ്വരയിൽ വെളിപ്പെടാൻ പോകുക. ये तराई में प्रकट होने वाला है. സ്വീകരിച്ചോ? आप स्वीकार करो. അപ്പോൾ പ്രവാചകൻ പറയുക, तो भविष्यद्वक्ता कहता ഈ है താഴ്വര വെള്ളം കൊണ്ട് നിറയും. ये जो तराई है पानी से भरेंगे. നിങ്ങൾക്കറിയാമോ आपको पता ഈ है മൂന്ന് രാജാക്കന്മാർ എന്തിനാ എലീശയുടെ അടുക്കൽ വന്നത്? क्यों पता है 3 राजा एलीशा के पास आया? മൂന്ന് രാജാക്കന്മാർ എന്തിനാ എലീശയുടെ അടുക്കൽ വന്നത്? ये 3 राजा एलीशा के पास क्यों आया? ഹല്ലേലൂയ. ഈ സന്ദേശം ഇന്ന് തീരത്തില്ല. ये संदेश आज खत्म नहीं ഒത്തിരി होगा. കാര്യങ്ങൾ പറയാൻ കർത്താവിന് ആത്മാവ് ഏൽപ്പിച്ചിട്ടുണ്ട്. इसमें बहुत सारे बातें कहने के लिए അതുകൊണ്ട് है. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. इसके लिए आने वाले दिनों में इसको कंटिन्यू ഈ करेगा. മൂന്ന് രാജാക്കന്മാർ എലീശയുടെ അടുക്കൽ എന്തിനാ ये വന്നത്? 3 राजा और क्यों आया? ഹല്ലേലൂയ. അവര് വന്ന ദേശത്ത് വെള്ളമില്ല, അതുകൊണ്ടാണ് വന്നത്. कि वो देश जो आया उस देश में पानी नहीं है. അവരുടെ സൈന്യത്തിന് വെള്ളം കുടിക്കണം, അതിനാ വന്നത്. उनके सेना को पानी पीना है. എത്രയും വെള്ളം വേണം? कितना पानी चाहिए? എല്ലാവർക്കും 1-2 ബോട്ടിൽ വെള്ളം ഒരു ദിവസം അല്ലേ? ആണോ? हर व्यक्ति को 1-2 बोतल एक दिन का. എത്രയാ ചോദിച്ചത്? कितना पूछा? ഞങ്ങൾക്ക് യുദ്ധത്തിന് വേണ്ടി ഈ താഴ്വരയിലൂടെ അങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ട് കേട്ടോ. कि ये जो तराई को पार करने वाला एक पीरियड है. ഈ താഴ്വരയെ കുറിച്ച് इस तराई के बारे में സംഖ്യാ പുസ്തകത്തിൽ ഒരു റെഫറൻസ് ഉണ്ട്. संज्ञा में एक रेफरेंस है. ഇത് ഉണങ്ങി വരേണ്ട താഴ്വരയാണ്. ये सूखा हुआ तराई है. ആ കാലഘട്ടത്തിൽ उस जो വെള്ളം കിട്ടാതെ വന്നപ്പോൾ पानी नहीं मिला बोल के മോശയും മോശ ഇസ്രായേലിന്റെ മൂപ്പന്മാരും വന്നിട്ട് ये मूसा और पूर्वज ആ वहां താഴ്വരയിൽ के ഒരു കിണറിന്റെ ചുറ്റും നിന്നു. वहां तराई में एक कुएं के चारों എന്നിട്ട് ഒരു घेरा പാട്ട് പാടി. और एक गीत गाया. എന്താ പാടിയെന്നറിയോ? क्या गाया? കിണറെ പൊങ്ങി വാ, कुआं उठ के आ. കിണറെ പൊങ്ങി വാ. कुआं उठ के आ. Oh well spring up, hallelujah. बोला कि कुआं उठ के आ. Oh well spring up, കുവ ഉട്കയാ. കിണറെ പൊങ്ങി വാ. कुआं उठ के ഈ आ. ദേശം ദാഹത്തോടു കൂടി ഇരിക്കുകയാ. ये देश जो है ഞങ്ങളുടെ प्यासा बैठा കുഞ്ഞുങ്ങൾ है. ദാഹത്തോട് ഇരിക്കുകയാ. हमारे बच्चे जो है प्यास के साथ बैठा है. വെള്ളമില്ലാത്ത കിണറെ പൊങ്ങി വാ, പൊങ്ങി വാ, പൊങ്ങി വാ. जिस कुएं में पानी नहीं है पानी उठ के आ, उठ के आ. ഹലോ, 2010 നമ്മുടെ സഭ ആരംഭിക്കുമ്പോൾ 2010 में जो हमारा कलीसिया आरंभ ദൈവത്തിന്റെ हुआ, ആത്മാവ് നമ്മളോട് പറഞ്ഞു, परमेश्वर की आत्मा ने हमसे कहा ഈ ദേശത്ത് ഒരു നല്ല കിണറുണ്ടാകണം. इस देश में एक अच्छा Listen कुआं me. बनना है. I want to remind our vision. Hallelujah. हमारा विजन को मुझे रिमाइंड I want करना to है. remind our vision. मुझे उस विजन को നമ്മുടെ रिमाइंड ചർച്ചിന് करना ഒരു है. വിഷൻ ഉണ്ട്. हमारा चर्च का एक ആ मिशन വിഷൻ है. എന്ത് കോംപ്രമൈസ് ചെയ്യുന്നു? उस मिशन क्या അന്ന് compromise നമ്മുടെ करता है? ചർച്ച ഈ ദേശത്ത് ഇറലവന്റ് ആകും. ഹല്ലേലൂയ, ഇറലവന്റ് ആകും. ये जो कलीसिया हमारा इस देश में एक अलग होगा. So do not compromise with our vision. तो हमारा विजन के साथ दर्शन के vision साथ എന്താ? कॉम्प्रोमाइज नहीं होना ഈ है. ദേശത്ത് ചർച്ച ആരംഭിക്കാൻ തീരുമാനിക്കുമ്പോൾ कि जब देश में जब कलीसिया आरंभ करने को I was चाहा, in 40 days fasting. 40 दिन का फास्टिंग में था. വെളിപ്പാട് പുസ്തകം പഠിച്ചുകൊണ്ടിരുന്നത്. कि रेवलेशन का किताब पढ़ रहा ആ था. സമയത്ത് उस समय में ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. कि परमेश्वर की आत्मा ने बात किया. ഈ മീരാബൈന്ദ്രിൽ അന്ന് 86 പാസ്റ്റേഴ്സ് ഈ മീരാബൈന്ദ്രിൽ അന്ന് താമസിക്കുന്നുണ്ട്. उस जमाने में 86 पास्टर्स थे मीरा भाईंदर में. മീരാബൈന്ദ്ര അസോസിയേഷന്റെ അന്നത്തെ ഒരു കണക്കായിരുന്നു കേട്ടോ. कि मीरा भाईंदर एसोसिएशन उस दिन का ഇപ്പൊ അതിനൊക്കെ गिनते ഒത്തിരി हैं. കൂടി കാണും. अभी और ज्यादा हुआ. ആരാണ് എന്നോട് ചോദിച്ചു,
परमेश्वर ने मुझसे पूछा 87-ാമനായിട്ട് നിന്റെ ആവശ്യം എന്താന്ന് ചോദിച്ചു. बोले कि 87 बन के तेरा जरूरत क्या है? 87-ാമനായിട്ട് നീയും കൂടെ ഒരു ചർച്ച തുടങ്ങേണ്ട ആവശ്യം എന്താന്ന് ചോദിച്ചു. अभी 87 बन के तुझे भी एक कलीसिया चालू करने की ഞാൻ जरूरत क्या है? കർത്താവിനോട് എതിർത്ത് കർത്താവേ मैंने बोला परमेश्वर എനിക്ക് से 87-ാമനാകണ്ട. मुझे 87 तो नहीं बनना है. എവിടെങ്കിലും ഒരു കൂട്ടായ്മ ഇല്ലാത്തടത്ത് തന്നെ വിട്, ഞാൻ അവിടെ പോകാം. बोला कि जहाँ कोई भी संगति नहीं है वहाँ तू मुझे भेज, मैं जाता हूँ. परमेश्वर ने कहा അനേക കൂട്ടായ്മകൾ കാണാം. बोला कि एक देश में बहुत सारे झुंड അവരെ रहेंगे, കുറിച്ചെല്ലാം എന്റെ അഭിപ്രായം ഒന്നല്ല. लेकिन उन सब के बारे में मेरा अभिप्राय एक नहीं വെളിപ്പാട് है. പുസ്തകത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു. कि रेवलेशन से परमेश्वर ने मुझसे बात വെളിപ്പാട് किया പുസ്തകത്തിലെ 7 സഭകൾ कि रेवलेशन का 7 कलीसिया ഒരേ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിലുള്ള സഭകളാണ്. एक ही ज्योग्राफिकल लोकेशन में था. ഒരേ സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള 7 സഭകൾ. एक ही तरह के सोसाइटी में रहने वाले 7 ഏഷ്യ कलीसिया. മൈനർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 7 സഭകൾ. एशिया माइनर बोलने वाला एक ही जगह का ആ 7 സഭകളെ कलीसिया. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പേര് വിളിച്ച് ദൂത് പറയുക. उस कलीसिया को क्लॉकवाइज डायरेक्शन में नाम बुला के എന്താ वाणी ദൂത് दे रहे പറയുന്നത് हैं. क्या वाणी दे रहे हैं? ഒരു നാട്ടിലെ സഭയാ, एक ही जगह का പക്ഷേ कलीसिया, 7 പേരോട് 7 ദൂതാ പറഞ്ഞത്. लेकिन 7 से 7 वाणी ആണോ? का. ഒരു ദൂതിന്റെ ഫോട്ടോകോപ്പി എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. एक वाणी का 100 फोटो का सबको दिया ഈ गया. പട്ടണത്തിൽ നൂറുകണക്കിന് സഭകളുണ്ട്. बोले कि इस शहर में 100 പക്ഷേ कलीसिया ഓരോ रहेंगे, ചർച്ചിനെ കുറിച്ചും എന്റെ അഭിപ്രായം വ്യത്യസ്തമാണ്. लेकिन हर एक कलीसिया के लिए मेरा जो ओपिनियन है I अलग है. have an opinion about each church or each fellowship in this city. मेरे पास हर एक कलीसिया के लिए एक ओपिनियन है. അതിനകത്ത് ഒറ്റ ചർച്ചിനോട് മാത്രം उसमें से एक कलीसिया है. കർത്താവ് പറഞ്ഞു, परमेश्वर कहता ഞാൻ है നിന്നെ സ്നേഹിക്കുന്നു. मैं तुझसे प्रेम करता हूँ. ഫിലദൽഫിയ സഭ, फिलदेल्फिया का അവരുടെ कलीसिया, പേരിൽ തന്നെ ഒരു ഫിലിയ ഉണ്ട് കേട്ടോ. उसके नाम में एक फिलिया है. ഫിലദൽഫിയ ഫിലിയ, അതിനകത്ത് ആ പേരിൽ ഫിലിയ. തന്നെ ഒരു സഹോദര സ്നേഹമുണ്ട് കേട്ടോ. एक भाई का प्रेम है. ഫിലദൽഫിയ സഭയോട് പറയുക, फिलदेल्फिया कलीसिया से ഞാൻ നിന്നെ कहता है സ്നേഹിക്കുന്നു. मैं तुझसे प्रेम करता हूँ. ദൈവാത്മാവിനോട് പറഞ്ഞു, परमेश्वर की ഇവിടെ आत्मा मुझसे कहा നൂറുകണക്കിന് സഭകളുണ്ടാകാം, कि 100 कलीसिया പക്ഷേ होगा, കർത്താവ് സ്നേഹിക്കുന്ന സഭയുണ്ടാകണം. लेकिन परमेश्वर प्रेम करने वाला कलीसिया होना കർത്താവ് है. ഏത് സഭയെ സ്നേഹിക്കുന്നത്? परमेश्वर कौन सी कलीसिया से प्रेम ഫിലദൽഫിയ करता है? സഭയോട് ചോദിക്കുക. फिलदेल्फिया कलीसिया से पूछ. അവരോട് കർത്താവ് പറഞ്ഞു, उनसे परमेश्वर ने നിനക്ക് कहा അല്പമേ ശക്തി ഉള്ളെങ്കിലും तुझे भले थोड़ा നീ എന്റെ शक्ति है, വചനം കാത്തു. तू मेरे वचन में खड़ा रहा. വചനത്തിന് വേണ്ടി നിൽക്കുന്ന സഭയെ ദൈവം സ്നേഹിക്കുന്നു. कि वचन के लिए खड़ा रहने वाला कलीसिया से परमेश्वर प्रेम ദൈവ करता है. വചനത്തിന് വേണ്ടി നിൽക്കുന്ന സഭയെ ദൈവം സ്നേഹിക്കുന്നു. परमेश्वर के वचन के लिए खड़ा होने वाला कलीसिया से परमेश्वर രണ്ടാമത് प्रेम करता है. രണ്ടാമത് കർത്താവിനോട് പറഞ്ഞു, दूसरा परमेश्वर कहा ഹല്ലേലൂയ, ദൈവം സ്നേഹിച്ചാൽ സ്നേഹിച്ചു എന്ന് പറഞ്ഞു വിടുന്നവനല്ല. परमेश्वर यदि प्रेम करे तो प्रेम करता हूँ बोल के God छोड़ने वाला नहीं will है. prove his love. Hallelujah. परमेश्वर अपने प्रेम को प्रकट करेगा. ഹലോ, ദൈവം സ്നേഹിക്കുന്നെന്ന് തെളിയിക്കുന്നവൻ അല്ലേ? परमेश्वर अपने प्रेम को प्रकट करता है. ദൈവം മനുഷ്യനെ സ്നേഹിച്ചെന്ന് എങ്ങനെ തെളിയിച്ചത്? कि परमेश्वर कैसे प्रकट के इंसान से प्रेम करता है. കാൽവറി ക്രൂശിലൂടെ തെളിയിച്ചു. कि काल्वरी क्रूस से ഇതുപോലെ സഭയെ अपनी कलीसिया നമ്മെ ദൈവം സ്നേഹിക്കുന്നത് എങ്ങനെ തെളിയിക്കുന്നെന്ന് हमें അറിയാമോ? परमेश्वर प्रेम करते कैसे बताएगा? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. कि रेवलेशन 3 में लिखा है, അതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമായി സാത്താന്റെ പള്ളിക്കാരെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവർ നിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ പോകുകയാണ്. मैं तुझसे प्रेम करते उसका सबूत के लिए सातान के कलीसिया लोग तेरे पास आके तेरे सामने घुटने टेकेंगे. ദൈവാത്മാവിനോട് പറഞ്ഞു, परमेश्वर की आत्मा ഞാൻ कहा സ്നേഹിക്കുന്ന സഭയിൽ മാത്രമേ ആത്മാക്കൾ വരത്തുള്ളൂ. मैं जिस कलीसिया से प्रेम करते वहां आत्मा लोग आएंगे. അല്ലാത്ത ചർച്ചിൽ ബയോളജിക്കൽ ഗ്രോത്ത് ഉണ്ടാകും. दूसरे कलीसिया में बायोलॉजिकल ग्रोथ होगा. പക്ഷേ ഹല്ലേലൂയ, ക്രൂശിലെ ജനനത്തിന്റെ ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ अगर क्रूस का जन्म का अगर ग्रोथ होना है യേശു तो സ്നേഹിക്കുന്ന സഭയായി നിൽക്കണം. यीशु प्रेम करने वाला कलीसिया बनना നമ്മുടെ है. ചർച്ചിന്റെ ലക്ഷ്യം അതാണ് പ്രിയമുള്ളവരെ. हमारे कलीसिया का लक्ष्य वो है, ഒരു മോഡൽ ചർച്ച് ആകുക. एक मॉडल चर्च बनना है, നമൂന കലീസിയ बनना है हमें. एक नमूना कलीसिया बनना है, ചർച്ച് വിത്ത് ഡിഫറൻസ്. एक चर्च विद डिफरेंस. മൂന്നാമത് ദൈവാത്മാവിനോട് പറഞ്ഞു, तीसरा परमेश्वर ने ഈ कहा പട്ടണത്തിൽ ഒരു നല്ല കിണറുണ്ടെങ്കിൽ, इस शहर में एक अच्छा कुआं है तो ഒരു നല്ല കിണറുണ്ടെങ്കിൽ एक अच्छा ആ कुआं है तो കിണറ്റിലെ വെള്ളം കുടിക്കുന്നവരുടെ उस कुआं का पानी पीने वाला ദാഹം മാറും. उसका प्यास बुझेगा. ജെറിക്കോ എന്ന് പറയുന്ന സ്ഥലത്തിനൊരു പ്രശ്നമുണ്ടായിരുന്നു. जेरिको बोल के शहर में एक समस्या എന്താ था. പ്രശ്നം? क्या था ആ समस्या? വെള്ളം കുടിച്ചാൽ वो पानी पिएगा तो ആളുകളുടെ മേൽ കേഴ്സാ വരുന്നത്. कि लोगों के ऊपर श्राप ദൈവാത്മാവിനോട് आएगा. പറഞ്ഞു, ദേശത്തെ സൗഖ്യമാക്കുന്ന വെള്ളമുള്ള സഭയുണ്ടാകണം. कि ഹല്ലേലൂയ. देश को चंगाई लाने वाला Are you कलीसिया होना listening me? चाहिए. Our church should be a healing for our city. Hallelujah. हमारे कलीसिया जो है शहर के लिए एक चंगाई का होना चाहिए. നമ്മുടെ ദേശത്തിന് നമ്മുടെ സഭ ഒരു അനുഗ്രഹമാകണം, ഒരു സൗഖ്യമാകണം. ഈ വെള്ളം കുടിക്കുന്നവർ സമാധാനം അനുഭവിക്കണം. इस शहर के लिए हमारे कलीसिया क्या एक चंगा होना चाहिए, एक ये होना चाहिए. और यहाँ से जो पानी पिएगा वो
आशीषित होना ഇത് ഞാൻ चाहिए। പറയാൻ വന്ന ദൂതല്ല. ये मैं जो बोलने वाला वाणी नहीं है, ദൂത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, കേറാൻ പറ്റുന്നില്ല. जो एक वाणी प्रिपेयर किया हुआ उसमें नहीं जा पा ഈ रहा हूँ। താഴ്വരയിൽ വെള്ളം നിറയുമെന്ന് परमेश्वर बोलते इस तराई में पानी भरेगा। പരിശുദ്ധാത്മാ പറയുക, पवित्र आत्मा कहता है ഈ താഴ്വരയിൽ നീ കുഴി കുഴിച്ചോ. कि इस तराई में तू गड्ढे खोद। 2023, 24, 25 വർഷങ്ങളിലൊക്കെ മാഷൽ ഖാമാന 2023, 24, ഈ 25 അടുത്ത में 2-3 വർഷങ്ങളിൽ ये 2-3 साल में ഈ ദേശത്ത് ദൈവജനത്തിന് വേണ്ടി ഒരു വലിയ ദൈവിക പദ്ധതി ദൈവം വെച്ചിട്ടുണ്ട്. ये आने वाले 2-3 साल में परमेश्वर ने बहुत बड़ा योजना रखा है। ചർച്ച് ഗ്രോത്തിന്റെ നാളുകളായിരിക്കുന്നു ദൈവാത്മാ പറയുന്നു. ये कलीसिया का ग्रोथ का समय रहेगा। വിശ്വാസത്താൽ ഞാൻ പ്രവചിക്കുകയാ, विश्वास के साथ में वाणी दे रहा हूँ। ആട്ടിൻപറ്റം പെരുകുന്ന നാളുകളായിരിക്കും. ആട്ടിൻപറ്റം പെരുകുന്ന നാളുകളായിരിക്കും. पेड़ों बढ़ने वाले समय होंगे। നിനക്കും നിന്റെ കുഞ്ഞുകുട്ടികളും വെള്ളം കുടിച്ച് തൃപ്തി പ്രാപിക്കുന്ന സമയമായിരിക്കും. तू और तेरे बच्चे पानी पी के तृप्त होने वाले समय होगा। നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിന്ന് പ്രവാചകന്മാരും പ്രവാചികമാരും പുറത്തു വരുന്ന സമയമായിരിക്കും. तुम्हारे कुटुंब से भविष्यवाणी बाहर आएंगे। ഇന്ന് വരെ ജനിച്ച കുട്ടികളെ, आज तक जो जन्म हुआ ഇനി बच्चे, ജനിക്കാനിരിക്കുന്ന കുട്ടികളെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ്. अभी वो जन्म होने वाले बच्चों को देख के भविष्यवाणी दे रहे हैं। നിന്റെ തലമുറയുടെ ആത്മിക ദാഹം തീരുന്ന ഒരു കാലഘട്ടം ഉണർന്നു വരാൻ പോകുകയാ. तेरा पीढ़ी का आत्मिक प्यास जो बुझने वाला एक समय आने वाला है। കരങ്ങളെ അടിച്ചു കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथ ताली बजा के परमेश्वर को धन्यवाद എത്ര दें। പേർക്ക് ദൂത് മനസ്സിലാകുന്നു? कितने लोगों को वाणी समझ में आ रहा है? ശഖമനരഗദൽ കടകർഷതലേ. ഹല്ലേലൂയ. ചോദിച്ചത് ഇച്ചിരി വെള്ളമാ കേട്ടോ. पूछा थोड़ा सा पानी। ഞങ്ങൾക്ക് ഈ താഴ്വര ക്രോസ് ചെയ്യുന്ന പീരീഡിലൊക്കെ കുറച്ച് വെള്ളം വേണം. ये तराई पार करने के समय में पानी चाहिए। വലിയ ഡിഫിക്കൽട്ട് താഴ്വരയാ. तराई बहुत डिफिकल्ट है। ഈ താഴ്വരയിൽ നടന്നവർ പലരും ക്ഷീണിച്ചു പോയിട്ടുണ്ട്. इस तराई से चला काफी सारे लोग थक गए। വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട താഴ്വരയാ. ये बिना पानी का सूखा हुआ तराई है। നിങ്ങൾക്കറിയാമോ? क्या आपको पता We है? may be going through the difficult time. Hallelujah. हो सकते आप भी ऐसा संकट से बड़े समय से गुजर रहे हैं। Of history. इतिहास का। പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, लेकिन आप प्रार्थना करने को शुरू करो। ഹല്ലേലൂയ. കർത്താവ് ഈ താഴ്വരയെ വെള്ളം കൊണ്ട് നിറയ്ക്കാൻ പോകുന്നു. परमेश्वर इस तराई को पानी से भर दे। God can make. Hallelujah. ദൈവത്തിന് ചെയ്യാൻ कर सकता है। പറ്റും. The worst time of history. Hallelujah. ചരിത്രത്തിലെ ഏറ്റവും മോശം സമയത്ത്, कि इतिहास का सबसे बेकार समय में ഏറ്റവും വലിയ റിവൈവലിന്റെ സമയമാക്കി മാറ്റാൻ കർത്താവിന് പറ്റും. परमेश्वर उसमें सबसे बड़ा जागृति का समय परमेश्वर बना सकता പഴയ है। ഫറവോനെ മുട്ടുകുത്തിച്ചെങ്കിൽ, अगर पुराना फरोन को अगर उस घुटना टेका ആ तो ഫറവോന്റെ മൂക്കിന്റെ താഴെ उसका फरोन के नाक के नीचे ജനത്തെ അത്ഭുതമാക്കി മാറ്റിയെങ്കിൽ, कि लोगों को चमत्कार बनाया ആത്മാവിനെ तो ദൂത് വിളിച്ചു പറയട്ടെ, मैं आत्मा में एक वाणी कहता ആധുനിക हूं ഫറവോമാരുടെ മുട്ടുകുത്തിക്കുവാൻ ദൈവം ശക്തനാണ്. कि इस दौर के जो फरोन को भी घुटना टेकने को परमेश्वर അവരുടെ सामर्थ्यशाली മൂക്കിന്റെ है। താഴെ മഷഖാമന उनके मुख के नाक के नीचे ഹല്ലേലൂയ. ജനം റിവൈവൽ അനുഭവിക്കാൻ പോകുകയാ. लोग जो है रिवाइवल को अनुभव കരങ്ങളെ करेंगे। ശക്തമായി അടിച്ചു കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथ ताली बजा के परमेश्वर धन्यवाद दे। ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. यीशु के नाम से ഈ താഴ്വര ഡിഫിക്കൽട്ട് താഴ്വരയാ. ये तराई जो कठिनाई से भरा है, അവിടെ മോശയും കൂട്ടിന് വന്നപ്പോൾ वहाँ मूसा और लोग आया। അവരെന്താ ചെയ്തത്? उन्होंने क्या किया? കിണറിന്റെ ചുറ്റും നിന്നു. क्या कुएं के चारों बाजू में रुका എന്നിട്ടൊരു പാട്ട് പാടി. और गीत गाया। പാട്ട് പാടി കഴിഞ്ഞപ്പോൾ जब गीत गाया ഹല്ലേലൂയ, കിണർ പൊങ്ങി വരാൻ തുടങ്ങി. कि कुआं उभर के आने लगा। സീക്രട്ട് പറയാ. ഞാനൊരു സീക്രട്ട് പറയാം. मैं आपको सीक्रेट कहता हूँ പാട്ടിന് ഭയങ്കര പവർ ആകട്ടെ. कि गीत में बहुत सामर्थ्य है। വർഷിപ്പിന് ഭയങ്കര പവർ ആണ്. वर्शिप को बहुत सामर्थ्य है। ഹല്ലേലൂയ. വർഷിപ്പിന് ഭയങ്കര പവർ ആണ്. वर्शिप को बहुत पावर है। വർഷിപ്പ് അങ്ങോട്ട് ശക്തമായിട്ട് വെളിപ്പെട്ട് കഴിഞ്ഞാൽ, वर्शिप एक अच्छी तरह से प्रकट होगा। വർഷിപ്പ് ശക്തമായി വെളിപ്പെട്ട് കഴിഞ്ഞാൽ, वर्शिप जब अच्छी तरह से प्रकट होगा റംഷഖാമന കിണറുകളിൽ വെള്ളം പൊങ്ങി വരാൻ തുടങ്ങും. कि कुओं में पानी उठ के आएगा। വർഷിപ്പ് അങ്ങോട്ട് വെളിപ്പെട്ട് കഴിഞ്ഞാൽ, वर्शिप जब प्रकट होगा। കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ വർഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. पिछले दिनों में वर्शिप के बारे में सोच रहा था വർഷിപ്പ് ഇസ് സംതിങ് ലൈക്ക് എ മെഡിസിൻ എന്ന് പറഞ്ഞു. कि वर्शिप एक मेडिसिन जैसे परमेश्वर कहता है। വർഷിപ്പ് കേട്ടോ. നിങ്ങൾ നന്നായിട്ട് ഇത് ആരാധിച്ച് നോക്കിക്കുക. നിങ്ങൾ അറിയാതെ ശരീരത്തിൽ നിന്ന് ഹല്ലേലൂയ ബീമാരി തരാ അങ്ങനെയൊക്കെ പാടുമ്പോ അങ്ങോട്ട് ആരാധിച്ചത് പാടി നോക്കിക്കേ. ബീമാരി സുർജുക്കേगा उसका खेल उधर ही खत्म हो जाएगा. आमीन. जो वर्शिप एक बहुत बड़ा सामर्थ्य है। जब आप हकीकत में वर्शिप में कहते हैं कि बीमारी तेरा सर झुकाओ, हकीकत में सर झुका के हट जाएगा। something like a good medicine. वर्शिप एक अच्छा दवा है। हालेलुया. शाऊलिने भूतबाध शाऊल को जो दुष्टात्मा घेरते हैं, शाऊलिने उसको पीड़ा दे रहे हैं। ദാവീദ് അപ്പുറത്തിരുന്നോണ്ട് എന്താ പറയുന്നത്, കിന്നരം അല്ലേ, കിന്നരം എടുത്തുകൊണ്ട് വായിക്കാൻ തുടങ്ങി. कि दावीद वहाँ म्यूजिक बजाता है। ഹല്ലേലൂയ. ദാവീദിന്റെ പാട്ടുകൾക്ക് ഏതൊക്കെയായിരിക്കും? दावीद का गीत क्या होगा? സങ്കീർത്തനങ്ങളൊക്കെയാണല്ലേ, भजन संहिता होगा। അവന്റെ ചെറിയ പ്രായം ഏർലി സങ്കീർത്തനമായിരിക്കും പാടിയത്. उसके पहले का भजन संहिता होगा। ഏതാണെന്ന് നമുക്കറിയത്തില്ല. हमें पता नहीं कौन सा है। എന്തായാലും ഒരു സങ്കീർത്തനം അങ്ങോട്ട്
പാടിക്കഴിഞ്ഞപ്പോൾ एक भजन संहिता जब गाया, ശൗലിനൊരു സൗഖ്യം. शाऊल को एक चंगाई, The worship is having that healing power. कि आराधना में वो चंगाई का शक्ति है। നിങ്ങൾ पाടുമ്പോൾ आप जब गीत गाते हैं, just leading worship, आप सब वर्शिप लीड नहीं कर रहे हैं, releasing healing, आप चंगाई को रिलीज कर रहे हैं। healing പ്രാപിച്ചോണം കേട്ടോ. आपको प्राप्त करना है। ഹല്ലേലൂയ. വന്ന് വർഷിപ്പ് എങ്ങനെയുണ്ട് കൊള്ളാമോ എന്ന് പറഞ്ഞിട്ട് പോകാതെ receive your healing. कि वर्शिप अच्छा था बोलना नहीं है, आपको उसे प्राप्त करके जाना है। ഹല്ലേലൂയ. വർഷിപ്പ് ഭയങ്കര പവർഫുൾ ആണ്. वर्शिप बहुत सामर्थ्यशाली ഈ है। വെള്ളമില്ലാത്ത കിണറിന്റെ ചുറ്റും നിന്ന് ये जो सूखा हुआ कुएं के बाजू മോശയും में കൂട്ടരും പാടാൻ തുടങ്ങി. मूसा और लोगों ने गीत गाया। പാട്ടിനങ്ങോട്ട് ചൂട് പിടിച്ചപ്പോൾ कि जब जैसे गाने में എന്താ सामर्थ പാടുന്നത് पड़ा, അറിയാമോ? क्या गा रहे हैं? Oh well spring up. कि Hallelujah. कुआं तू उठ के കിണറെ आ, പൊങ്ങി വാ. वो कुआं उठ के आ, കിണറെ പൊങ്ങി വാ. कुआं उठ के आ। അഭിഷക്തന്മാർ കുഴിച്ച കിണറെ പൊങ്ങി വാ. अभिषेक लोगों ने खोदा हुआ कुएं उठ के आ। അഭിഷക്തന്മാർ കുഴിച്ച കിണറെ പൊങ്ങി വാ. अभिषेक लोग ने खोदा हुआ कुआं അപ്പോസ്തലന്മാർ उठ के आ। കുഴിച്ച കിണറെ പൊങ്ങി വാ. अपोस्तलों ने खोदा हुआ कुआं പ്രവാചകന്മാർ उठ के आ। കുഴിച്ച കിണറെ പൊങ്ങി വാ. भविष्यद्वक्ताओं ने खोदा हुआ कुआं उठ के आ। അവരവരുടെ ചെങ്കോല് കൊണ്ട് കുഴിച്ച കിണറെ പൊങ്ങി വാ. ചെങ്കോൽ. अपना पार्लियामेंट में रखा ना वही चीज. हालेलुया. ചെങ്കോൽ. हालेलुയ. എന്താ പറയുന്നത്? നമ്മുടെ പാർലമെന്റിൽ കൊണ്ട് വെച്ചില്ലേ? हालेलुയ. ലൈവ് പോകുന്നോണ്ട് ഞാൻ പറയുന്നില്ല. പോട്ടെ. हालेलुയ. നിങ്ങൾ പിന്നെ എന്നോട് ചോദിക്കാൻ എന്താ പറയാൻ വന്നത്? ഇവിടെ മോശ പറയും അഭിഷക്തന്മാർ അവരുടെ ചെങ്കോല് കൊണ്ട് കിണർ കുഴിച്ചെന്ന്. या भविष्यद्वक्ता कहते हैं अभिषेक लोग जो क्या है कि बोलो ना कुछ. हालेलुया. देखिए राजदंड से ओके राजदंड से कुआं खोदा. कुआं खोदा। माय क्वेश्चन, मेरा सवाल, राजदंड से कोई कुआं खोदेगा क्या? क्या राजदंड से कोई कुआं खोदेगा? खोदेगा क्या? कुआं कैसे खोदेगा? कनाडा के ना मम्मटी വെച്ച് പിക്കാസ് വെച്ചൊക്കെ അല്ലേ ഉണ്ടാക്കുന്നല്ലേ? उसके अलग अलग चीजें हैं. फावड़ा फावड़ा हाँ, പിക്കാസിന് എന്താ പറയുന്നത്? ഹല്ലേലൂയ. ഇതൊക്കെ വെച്ചല്ലേ കിണർ കുഴിക്കുന്നത്? उन सब से कुआं खोदते ഈ हैं. രാജദണ്ഡ് വെച്ച് കിണർ കുഴിക്കുമോ? क्या राजदंड से कुआं ചെങ്കോൽ खोदेगा? വെച്ച് കിണർ കുഴിക്കുമോ? क्या राजदंड से खोदेगा? അങ്ങനെ ഒരു പരിപാടിയുണ്ട്. वैसे भी है, അതാണ് പുതിയ നിയമ ശുശ്രൂഷ. वो है नया नियम की सेवकाई. നമ്മൾ കിണർ കുഴിക്കുന്നത് हम जो कुआं खोदता है ചെങ്കോൽ വെച്ചാ. हम राजदंड से हैं. രാജദണ്ഡ് വെച്ചാ. राजदंड से That shows our authority. वो हमारा अधिकार को बताता है. ഒരു ദേശത്ത് കയറി നിന്നിട്ട് एक देश में खड़े होके കയ്യിലിരിക്കുന്ന ആത്മിക ശുശ്രൂഷയുടെ ചെങ്കോൽ അധികാരം വെച്ചങ്ങ് കുഴിക്കുക. कि आप में जो अधिकार है उस अधिकार के साथ हम कुएं खोदते हैं. കുഴിച്ചോ. आप कुआं खोदो. 2023 കുഴിച്ചോ. 2023 में खोदो. ഞാൻ ആത്മാവിൽ ഒരു വചന വെളിപ്പാട് വിളിച്ചു मैं പറയുക. आत्मा में वचन का प्रकाशन कहता हूँ. മോശയും കൂട്ടരും ആ മാർഗത്തിൽ വന്നപ്പോൾ വെള്ളം കിട്ടാതെ വന്നപ്പോൾ അവര് കിണറിന്റെ ചുറ്റും നിന്ന് പാടിയിട്ട് പറഞ്ഞു കിണറെ പൊങ്ങി വാ. जब मूसा और लोग जहाँ पे आया जहाँ पानी कुएं के चारों बाजू में रुके वाले ने गीत गाया कि पानी उठ के आ. അധികാരത്തിന്റെ ചെങ്കോൽ കൊണ്ട് കുഴിച്ച കിണറെ ഒതുങ്ങി കിടക്കല്ലേ പൊങ്ങി വാ. बोला राजाओं ने अधिकार के साथ जो खोदा हुआ कुआं तू सूखा नहीं रहना है, तू उठ के आ. ഓരോ ദേശങ്ങളിലും ദൈവദാസന്മാർ അവർ അധികാരം കൊണ്ട് സഭ സ്ഥാപിച്ചത് കേട്ടോ. हर एक देश में परमेश्वर के दासों ने अपने अधिकार के പൊട്ടക്കിണറായി साथ കിടക്കരുത്. പൊങ്ങി कलीसिया വരണം, को പൊങ്ങി बनाया. വരണം. वो ऐसे नहीं रहना है, उठ के आना है, പൊങ്ങി उठ के വരണം. आना है. ഹൽക്കമനരം ശൽക്കമനരഗദലേ. ഇനി ഒരു ദൂതൊന്ന് കണക്ട് ചെയ്യാൻ പോവുകയാണ്. मैं इस वाणी को भी कनेक्ट करता हूँ. ഇപ്പോൾ 3 രാജാക്കന്മാർ अभी 3 राजा എലീശയുടെ അടുക്ക് വന്നിരിക്കുക. एलीशा के पास आ रहे हैं. അതേ ലൊക്കേഷൻ, उसी लोकेशन, അതേ ലൊക്കേഷൻ, उसी लोकेशन, അതേ പ്രശ്നം. वही समस्या. വെള്ളമില്ല. पानी नहीं है. ഞങ്ങൾക്കും ഈ താഴ്വര ക്രോസ് ചെയ്യണം. हमें भी तराई को पार करना है. ഞങ്ങളുടെ പിതാക്കന്മാർ ക്രോസ് ചെയ്തപ്പോൾ हमारे पिताओं ने जब क्रॉस किया था, കിണറിന്റെ ചുറ്റും നിന്ന് പാടി വെള്ളം പൊക്കിക്കൊണ്ടുവന്നു. उन्होंने कुएं के चारों ओर घेर ഈ के തലമുറയിൽ पानी लाया. ഞങ്ങൾക്കും ചിലത് കാണണം. इधर हमें भी कुछ പ്രാർത്ഥിക്കാൻ देखना പറ്റുമോ? है. ഈ തലമുറയിൽ ഞങ്ങൾക്കും ചിലത് കാണണം. इस तरह में हमें भी कुछ देखना है. പ്രവാചകന്റെ അടുക്കൽ വന്നു. भविष्यद्वक्ता के पास आया. പ്രവാചകൻ പറഞ്ഞു. भविष्यद्वक्ता ने कहा, ചുരുക്കി അങ്ങ് പറയുക. कम शब्दों में कहता हूँ, കിന്നര വിങ്ങെടുത്തോണ്ട് വാ. बोला कि वो जरा ആ വീണ वो വായിക്കുന്ന वीणा जरा लेके आ. എലീശ നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? एलीशा तू ये क्यों कर रहे हैं? എലീശ പറയും. एलीशा कहेगा, അതാണ് ഒരു വെളിപ്പാട്. वो एक प्रकाशन है. പണ്ട് ഇതേ സ്ഥലത്ത് पहले यही जगह पे കിണർ വറ്റി വരണ്ട് കിടന്നപ്പോൾ जब कुआं सूखा हुआ था, മോശയും കൂട്ടരിൽ നിന്നൊരു പാട്ട് പാടി. मूसा और लोगों ने गीत गाया. അതില്ലാത്ത വെള്ളത്തെ പൊക്കിക്കൊണ്ടുവന്നെങ്കിൽ जो नहीं था वो पानी को उठा के लाया. എന്റെ കാലഘട്ടത്തിലും मेरे दौर में भी ഒന്ന് പാടി തുടങ്ങുകയാ. मैं गीत गाना शुरू ഒന്ന് करूंगा. വർഷിപ്പ് ചെയ്ത് തുടങ്ങുകയാ. एक वर्शिप शुरू करूंगा Worship will bring hallelujah unusual miracles. कि आराधना में असंभव चीजें प्रकट होगा. Worship will bring hallelujah
Hallelujah. जो आराधना लाएगा, Special atmosphere. कि हम सोचे एक You know the एटमॉस्फेयर importance लाएंगे। of worship. Hallelujah. You know the importance of worship. आपको पता है आराधना का That इंपॉर्टेंस will क्या है? create an atmosphere. वो एक वातावरण बनाता The है। atmosphere may be dry. वातावरण एकदम The सूखा prophet होगा, was not getting any prophetic message. उसको कोई एक भविष्यता का You know, मैसेज नहीं but मिल रहा। someone start to play that music. जब से Hallelujah. तुमने वो म्यूजिक शुरू किया, When someone start to play that music, जब कोई म्यूजिक बजाता है, the dry atmosphere changed. वो जो सूखा हुआ वातावरण Now बदलता the है। atmosphere is charged with worship. अभी Hallelujah. जो वातावरण है आराधना के साथ Are चार्ज you हुआ है। listening me? क्या आप मुझे सुन रहे हो? ഇപ്പോ ഉണങ്ങി വരേണ്ട അന്തരീക്ഷമാ. अभी सूखा हुआ वातावरण है, പ്രവാചകന് ദൂത് കിട്ടുന്നില്ല. भविष्यता को वाणी नहीं मिल रहे। പ്രവാചകൻ പറഞ്ഞു വീണ വായിക്കുന്നവരെ കൊണ്ടുവരട്ടെ. वो बोला जो वीणा बजा तुमको Second लेके King आओ। chapter 3 ആണ് ഞാൻ പറയുന്നത്. Second King chapter 3. दूसरा राजा 3, വീണ വായിക്കുന്നവർ വന്ന് वीणा जो बांधता है वो വീണ आया, വായിക്കാൻ തുടങ്ങിയപ്പോൾ वो जो वीणा बजाया, അന്തരീക്ഷം മാറാൻ തുടങ്ങി. वो अंतरिक्ष जो है बदल गया, ഡ്രൈ ആയിട്ടുള്ള അന്തരീക്ഷം മാറി. जो सूखा हुआ वातावरण बदल गया, അന്തരീക്ഷത്തിൽ prophetic atmosphere ഇറങ്ങി വന്നു. एक भविष्यवाणी का एटमॉस्फेयर बन के आया। ഞാൻ പറഞ്ഞു വർഷിപ്പ് ഒരു മെഡിസിൻ ആണെന്ന്. मैंने कहा आराधना एक मेडिसिन है, വർഷിപ്പ് ജസ്റ്റ് മെഡിസിൻ മാത്രമല്ല. कि वो केवल एक मेडिसिन नहीं है, Worship will change the atmosphere. कि आराधना वातावरण को Dry बदलता है। atmosphere ने dry atmosphere जो ने सूखा हुआ वातावरण prophetic atmosphere ആക്കി വർഷിപ്പ് മാറ്റുമെന്ന്. कि भविष्यवाणी का वातावरण बना देते हैं आराधना। കുഞ്ഞുങ്ങളെ നിങ്ങൾ ആരാധനയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തോണം കേട്ടോ. बच्चों आप आराधना में You are not ज्यादा just इम्पोर्टेंस playing देना। some music. आप Hallelujah. केवल म्यूजिक नहीं You बनना, are not singing. आप केवल गा नहीं रहे, Changing the atmosphere. आप वातावरण को बदल रहे हैं। Hallelujah. When you play some notes, hallelujah. आप जब कोई नोट You are बजाते हैं, changing the atmosphere. आप वातावरण को You बदलता are है। changing the dry atmosphere into a prophetic atmosphere. आप वो जो सूखा वातावरण को एक भविष्यवाणी का वातावरण बनाता है। എലീശയ്ക്കറിയാം एलीशा को पता है, പണ്ട് പാട്ട് പാടിയപ്പോൾ पहले जब गीत गाया കിണർ പൊങ്ങി വന്നെങ്കിൽ कि इन्नु पाट बढ़ के आया, आज भी गीत गाएगा, ഇന്നും കിണർ പൊങ്ങും. आज भी कुआं उठेगा। നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? आप विश्वास कर रहे പണ്ട് हैं? പാട്ട് പാടിയപ്പോൾ കിണർ പൊങ്ങിയെങ്കിൽ पहले जब गीत गाए तो कुआं बढ़ा तो ഇന്നും പൊങ്ങും. आज भी बढ़ेगा। അങ്ങനെയാണെങ്കിൽ ऐसे है तो 2023 आज 2023 में ഹാർവെസ്റ്റ് മിഷന്റെ 14ാമത്തെ വർഷവും कि हार्वेस्ट मिशन का 14 साल में ഹല്ലേലൂയ കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾ ദൈവത്തെ ആരാധിച്ചാൽ, अगर बिना समझौते का परमेश्वर आराधना करेगा, ആരാധന കൊതിയന്മാരായി തീർന്നാൽ, अब आराधना का इच्छा ദൈവ वाला बनेंगे, സാന്നിധ്യത്തെ കൊതിച്ചാൽ, परमेश्वर का मौजूदगी की इच्छा रखेंगे। വിശ്വാസത്തോടെ വിളിച്ചു പറയുകയാണ്, विश्वास के साथ में बताता हूँ, ഈ നൂറ്റാണ്ടിലും इस दौर में भी വെള്ളം പൊങ്ങി വരാൻ പോകുകയാണ്. पानी उठ के आएगा, താഴ്വരകൾ വെള്ളം കൊണ്ട് നിറയാൻ പോകുകയാണ്. तराई पानी से भरेगा। കുഞ്ഞുങ്ങളെ എന്നെ കൂടെ ഒന്ന് ജോയിൻ ചെയ്താട്ടെ. आप मेरे साथ നമ്മൾ ज्वाइन हो ഒന്നിച്ചൊന്ന് जाएंगे, ആരാധിക്കാൻ हम പോകുകയാണ്. एक साथ आराधना നമ്മൾ करेंगे, ഒന്നിച്ചൊന്ന് മിനിസ്ട്രി ചെയ്യാൻ പോകുകയാണ്. हम एक साथ So I'm मिनिस्ट्री not करने going वाले to हैं। ministry here alone. Hallelujah. हम एक साथ मिनिस्ट्री करेंगे, Hallelujah. നമ്മൾ ഒന്നിച്ച് മിനിസ്ട്രി ചെയ്യാൻ പോകുകയാണ്. हम एक साथ क्योंकि मिनिस्ट्री worship करेंगे। एक ministry है. वर्शिप और मिनिस्ट्री है, worship ഒരു ministry ആണ്. वर्शिप एक मिनिस्ट्री है, atmosphere മാറ്റുന്ന ministry ആണ്. किस वातावरण को बदलने वाला मिनिस्ट्री है। Hallelujah. എലീശ എന്നിട്ട് പ്രവചിക്കാൻ തുടങ്ങി. एलीशा भविष्यवाणी देने എലീശ लगा। എന്താ പ്രവചിച്ചെന്ന് അറിയാമോ? एलीशा ने क्या कहा? നിങ്ങൾ കുഴി കുഴിച്ചോ? आप कुआं खोदो। നിങ്ങൾ കുഴി आप कुआं, എത്ര പേർ കുഴി കുഴിക്കാൻ തയ്യാറാ? कितने लोग कुआं खोदने को ഞാൻ तैयार हैं? വചന വെളിപ്പാട് വിളിച്ചു പറയാൻ പോവാ. मैं वचन का प्रकाशन बोलने वाला മോശ है। പറഞ്ഞു, और मूसा ने कहा അഭിഷക്തന്മാർ, अभिषेक लोग, രാജാക്കന്മാർ राजा लोग, അവരുടെ ചെങ്കോൽ കൊണ്ട് കിണർ കുഴിച്ചു. वो अपने राजदंड से कुआं खोदा, ചെങ്കോൽ കൊണ്ട് കിണർ കുഴിച്ചു. राजदंड से कुआं ഇവിടെ खोदा। എലീശ 3 രാജാക്കന്മാരെ നോക്കി ദൂത് പറയാ. या एलीशा 3 राजाओं को देख के वाणी देता है। രാജാക്കന്മാരെ, राजाओं, നിങ്ങളുടെ ചെങ്കോലുണ്ടോ? आपके पास राजदंड है क्या? അധികാരമുണ്ടോ? अधिकार है क्या? കുഴിച്ചു. तो कुआं खोदो। ഇന്ന് നീ കുഴിക്കാൻ തയ്യാറാണെങ്കിൽ अगर आज वो खोदने को ഈ तैयार है, കുഴികൾ നിറയുമെന്ന്, ये कुआं जगह താഴ്വരയിൽ भरेंगे, വെള്ളം വരുമെന്ന്, कि तराई में पानी आएगा। ഹാർവെസ്റ്റ് മിഷനെ നോക്കി ഞാൻ ഒരു ദൂത് പറയുക. हार्वेस्ट मिशन को देख के मैं वाणी देता हूँ। അധികാരമുള്ള ദൈവമക്കളെ, अधिकार के साथ do परमेश्वर you के have बच्चों, the sculptor with you? क्या Hallelujah. आपके पास राजदंड है क्या? നിങ്ങളുടെ കയ്യിൽ ആ രാജദണ്ഡുണ്ടോ? क्या आपके पास राजदंड നിങ്ങൾ है? എഴുന്നേറ്റ് ഒന്ന് കുഴിക്കാൻ തുടങ്ങിക്കോ. आप उठ के कुआं खोदो। നിങ്ങൾ ശൂന്യമായ മരുഭൂമിയിൽ കുഴിക്കാൻ തുടങ്ങിക്കോ. आप रेगिस्तान में खोदना शुरू നിങ്ങൾ करो। കുഴിക്കാൻ തുടങ്ങിക്കോ. आप खोदना शुरू ഈ करो। താഴ്വര വെള്ളം കൊണ്ട് നിറയാൻ പോകുകയാണ്. ये तराई पानी से भरेगा। 2023 വരുന്ന ദിവസങ്ങളിൽ 2023 के आने वाले समय में ഈ ചൈൽഡ് ഓഫ് ഗോഡ്, ഓരോ ദൈവ പൈതലും हर एक परमेश्वर के बच्चे അവരുടെ കയ്യിൽ തന്നിരിക്കുന്ന ശുശ്രൂഷയുടെ അധികാരം ഉപയോഗിച്ച് കുഴിക്കാൻ തുടങ്ങിയാൽ, कि उनके हाथ में जो सेवकाई थी उसके अधिकार के ഞാൻ साथ वो खोदेंगे। ഞാൻ വീഡിയോയിലൂടെ കാണുന്ന ദൈവമക്കളോട് പറയട്ടെ, जो वीडियो में देखे परमेश्वर के बच्चों को നിങ്ങൾ देखे, ആയിരിക്കുന്ന ദേശത്ത് आप जिस देश में use वहाँ, your authority. आपका
आपका अधिकार को നിങ്ങളുടെ इस्तेमाल करो, രാജദണ്ഡ് നിങ്ങളുടെ ചെങ്കോൽ ഉപയോഗിക്കുക आपका राजदंड ആ आपका ദേശത്ത് इस्तेमाल കുഴികൾ करो, കുഴിക്കുക उस देश में आप ആ गड्ढे खोदो, ദേശത്ത് താഴ്വരകൾ നിറയുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ उस देश में नाले भरेंगे, वैसा कार्य पवित्र आत्मा के सामर्थ्य से प्रकट होगा। ഇവിടെ ഫിസിക്കൽ മീറ്റിംഗിൽ മാത്രമല്ല या फिजिकल मीटिंग में ही नहीं, നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് आप जहाँ बैठा है അതേ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇറങ്ങുകയാ वही पवित्र आत्मा का सामर्थ्य आज उतर रहा है, Same anointing is coming down. वही अभिषेक उतर रहा है। നിങ്ങൾ ഇരിക്കുന്ന ലൈവ് കാണുന്നിടത്ത് आप जहाँ लाइव होके देख रहे हैं, യൂട്യൂബിലൂടെ കാണുന്നിടത്ത് यूट्यूब से जो देख रहे ഓ हैं, പരിശുദ്ധാത്മാവിന്റെ ദൂത് ഇറങ്ങുകയാ पवित्र आत्मा का दूध पानी കുടിച്ചോ कर रहे हैं। കുടിച്ചോ आप खोदो, എങ്ങനെ കുടിക്കേണ്ടത് कैसे खोदना है, using your hallelujah authority आपका अधिकार के साथ, ആത്മിക അധികാരത്തോട് കുടിച്ചോ आत्मिक अधिकार से खोदो। എന്ത് സംഭവിക്കുന്നറിയാമോ क्या होगा पता है, താഴ്വരയിൽ വെള്ളം നിറയാൻ പോകുക तराई में पानी ഇനി भरेंगे। ഞാൻ പറയാൻ പോകുന്നത് फिर कहता है നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാ हमारे परमेश्वर की खासियत, ചോദിച്ചത് അല്പം വെള്ളമാ पूछा थोड़ा सा पानी, കൊടുത്തത് നദിയാ കേട്ടോ दिया एक नदी। Turn to your neighbor and say, आपके पड़ोसी को मुड़ के बोलो, ചോദിച്ചത് 2-3 ബോട്ടിൽ വെള്ളമാ पूछा 2-3 बोतल पानी, പക്ഷെ നദി अब्बा, പോലെ राजा, राजा। लेकिन नदी समान, ചോദിക്കുന്നതിലും जो मांगने से भी, सोचने से भी, അത്യന്തം പരമായിട്ട് उससे भी बढ़कर ചോദിച്ചത് ഇച്ചിരി കേട്ടോ मांगा थोड़ा सा पानी, ചിലരൊക്കെ ചോദിച്ചതുപോലെ തരത്തില്ല कि कुछ लोगों ने मांगा तो मांगा പക്ഷെ जैसे भी नहीं लगेगा। ചോദിക്കുന്നതിലും നിനക്കുന്നതിലും ഒരു ബോട്ടിൽ ചോദിച്ചവന് നദി കൊടുക്കുകയാണെന്ന് एक बोतल जो मांगा उसको नदी दे दिया। നിങ്ങൾ കുഴി കുഴിച്ചോ आप गड्ढे खोदो, നിങ്ങൾ കുഴി കുഴിച്ചോ आप गड्ढे खोदो, കുഴി നിറയുന്നല്ല പറഞ്ഞത് गड्ढा भरेगा पर क्या नहीं बोला। എന്റെ ചോദ്യം मेरा सवाल, നമ്മൾ കുഴിച്ചാൽ എത്ര കുഴി കുഴിക്കും हम खोदेंगे तो कितना खोदेंगे, നമുക്ക് വേണ്ട അത്രയും കുഴിക്കും അല്ലേ हम जितना चाहिए उतना खोदेगा। നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു നിങ്ങൾ വെള്ളം കുടിക്കാൻ ചോദിച്ചു आपने पानी पूछा, നിങ്ങളോട് ബോട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞു आपको बोतल लेके आया, നിങ്ങൾ എത്ര വലിയ ബോട്ടിൽ 20 ലിറ്റർ ബോട്ടിൽ കൊണ്ടുവന്നു आप 20 लीटर का पानी ले जाएंगे, ഒരു 2 ലിറ്ററിന്റെ ബോട്ടിൽ ഇന്നത്തേക്കുള്ളത് മതി आप बोलेंगे 2 लीटर का बोतल बहुत है। പക്ഷെ തുറന്നു വിട്ടപ്പോൾ जब खोल के भेजा, നദിയാ തുറന്നു വിട്ടേക്കുന്നത് नदी खोला, നിങ്ങൾ ബോട്ടിൽ നിറഞ്ഞു आपका बोतल भरा, നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി आपके सोच से बढ़कर। आपने सोचिए, നിങ്ങൾ ചോദിച്ചതല്ല തരുന്നത് आपने जो मांगा वो नहीं दिया। കുടിക്കാൻ പറഞ്ഞപ്പോൾ जब खोदने बोला, വളരെ ചെറിയ കുഴി കുഴിച്ചു വെച്ചു वो छोटा गड्ढा खोदा, ഒരാഴ്ചത്തേക്കുള്ള കുഴി മതിയെന്ന് एक हफ्ते के लिए खोल ഈ गड्ढा, ഒരാഴ്ച കൊണ്ട് एक हफ्ते से we will cross this situation हम ये अवस्था को पार करेंगे। ഈ ഒരാഴ്ച കൊണ്ട് इस एक हफ्ते we में will cross this wilderness कि hallelujah ये जो रेगिस्तान पार ഈ करेंगे, ഒരാഴ്ച കൊണ്ട് ये एक हफ्ते oh में we are going to cross this valley हम ये तराई को पार we करेंगे। thought that this is sufficient hallelujah we thought that this is sufficient हमें लगता है ये काफी है, हमें लगा ये बहुत काफी है छोटा गड्ढा खोदा കൊച്ചു കുഴി लेकिन കുഴിച്ചു, प्रभु ने जब बढ़ा ദൈവം നിറച്ചപ്പോ ओ प्रभु का हाथ से बढ़ा ദൈവത്തിന്റെ കരം കൊണ്ട് നിറച്ചു, वो अपने हाथ से नहीं है നമ്മുടെ കൈ കൊണ്ടല്ല, हाथ बहुत बड़ा है ദൈവത്തിന്റെ കരം വലുതാ, तो गड्ढों भर गया അത് മൊത്തം നിറഞ്ഞു, उमड़ना शुरू किया അത് കവിയാൻ തുടങ്ങി, क्योंकि मांगा वो नहीं दिया ചോദിച്ചതല്ല उससे നൽകിയത്, बढ़कर दिया അതിനേക്കാൾ അധികം उससे നൽകി, अधिक दिया അധികം നൽകി, मांगने से अधिक ചോദിക്കുന്ന അധികം, सोचने से अधिक ചിന്തിക്കുന്ന അധികം, उमड़ने वाला आशीष कि നിറഞ്ഞ കവിയുന്ന അനുഗ്രഹം, എല്ലാവരും പറഞ്ഞാട്ട് ഉമണ്ണ വാല ആശീഷ് പറ നിറഞ്ഞ കവിയുന്ന അനുഗ്രഹം. നമ്മൾ വിളിച്ചോണ്ട് കർത്താവ് ഇത് മതി ഇത് മതി ഇത് മതി ഇനി വേണ്ട കേട്ടോ ഇനി വേണ്ട കേട്ടോ ഇത്രയും അനുഗ്രഹിച്ചതൊക്കെ മതി हम कहेंगे परमेश्वर बस 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 इतना काफी है, ശരിയാണോ सही है कि नहीं। 2 ബോട്ടിൽ വെള്ളം പിടിച്ചോണ്ടിരിക്കുക आप 2 बोतल पानी पकड़ा, ടാപ്പ് തുറന്നു वहां से टैप खोला, അടച്ചോ 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 आप बोल रहे बंद ഓ ഇത് करो, बंद करो, बंद ഭയങ്കര करो। മതി 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 കർത്താവ് ആ, പോരാ, പോരാ ബസ്, പോരാ ബസ്, ബസ്, കർത്താവ് ബസ്, എപ്പോഴും എന്താ ബസ്, പറയുന്നത് അറിയാമോ കർത്താവ് പറയുന്നുണ്ട് ഇത് പോരായേ परमेश्वर कहते हैं काफी नहीं है, ഇത് പോരായേ ये काफी नहीं है, ഈ വാഗ്ദത്തം പോരായേ ആരാ പറയുന്നത് ये कौन कहा, ഇത് പോരായേ ये काफी नहीं है, ഇത് പോരായേ ये काफी नहीं है, ഈ വാഗ്ദത്തം പോരായേ ये वादा काफी नहीं है, ഓ ഇത് പോരായേ ये काफी नहीं है, ഇത് പോരായേ ये काफी नहीं है, ഈ ശുശ്രൂഷ പോരായേ ये सेवकाई काफी नहीं है, ഇത് പോരായേ ये काफी नहीं है, ഇത് പോരായേ ये काफी नहीं है, ഈ ശുശ്രൂഷ പോരായേ ये सेवकाई काफी नहीं है। ഹല്ലേലൂയ ഹല്ലേലൂയ. हालेलुया। പാട്ട് എഴുതിയ ആൾ എന്നോട് പടങ്ങരുത് പാട്ട് എഴുതിയ ആൾ എന്നോട് പടങ്ങരുത് कि जो गीत लिखा वो मुझसे बिगड़े ना, ഫിനി പാസ്റ്റർ ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞു बोला कि मेरा गीत फिनिश ने गलत है, വേറെ കൊണ്ട് അങ്ങ് പാടിപ്പോയതാ ये आत्मा के प्रेरणा से गीत गाया है। കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്നുകൊണ്ട് പറയുക पर परमेश्वर
परमेश्वर स्वर्ग में നമ്മൾ कहता है। ഭൂമിയിൽ നിന്നുകൊണ്ട് എന്താ പറഞ്ഞത്? हम पृथ्वी से ഇത് क्या പോരാ, कहा? ഇത് പോരാ, ഈ സാന്നിധ്യം പോരാ. हमने बोला ये काफी नहीं, सानिध्य काफी नहीं है। മടക്കിയേക്കുക. हम घुटना टेका അപ്പൊ है। കർത്താവ് തിരിച്ചു പറയുക, परमेश्वर ഇത് आपसे कहता പോരാ, है ये काफी नहीं, ഇത് പോരാ, ये काफी नहीं, ഞാൻ ഇനി അനുഗ്രഹിക്കാൻ പോകുക. मैं अभी और आशीष करेगा। നിന്നെ കുറിച്ച് നിന്റെ തലമുറയെ കുറിച്ച് ദൂത് പറയാൻ പോകുക. तेरे और तेरे पीढ़ी के भविष्यवाणी बोले वाले, മക്കളെ കുറിച്ച് ഞാൻ വാഗ്ദത്തം ചെയ്യാൻ പോകുക. तेरे बच्चों के बारे में भविष्यवाणी करने वाला है। ഉറപ്പുള്ള ചില അവകാശങ്ങൾ നിന്റെ തലമുറയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വെളിപ്പെടാൻ പോകുക. तेरे पीढ़ियों के लिए यीशु मसीह के नाम से कुछ अधिकार आज रिलीज होने वाला है। ചിലരൊക്കെ പരിശുദ്ധാത്മാ ദൂത് പറയുക. कुछ लोगों को देखे पवित्र आत्मा कहता है നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം സ്ഥിരമായ അവകാശങ്ങളെ നൽകുമെന്ന്. तेरे पीढ़ियों के लिए परमेश्वर एक स्थिर हक നീ देगा। അതിന് worried-ആകണ്ടെന്ന്. तुझे उसके लिए डरना नहीं है। നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സ്ഥിരമായ അവകാശങ്ങളെ ദൈവം നൽകുമെന്ന് നീ അതിന് worried-ആകണ്ടെന്ന് പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി ദൂത് പറയുക. तेरे बच्चों के लिए स्थिर हक देगा करके परमेश्वर की आत्मा बोलते है, तुझे उसके लिए व्याकुल नहीं होना, इस प्रकार कहता है। നിങ്ങൾ കുഴിച്ചത് ചെറിയ കുഴി, तूने खोदा छोटा गड्ढा, താഴ്വരെ വെള്ളം കൊണ്ട് നിറച്ചു, लेकिन तराई को पानी से भर दिया, നദികൾ ഒഴുകുക. नदी बह रहे। എന്നിട്ട് കർത്താവ് പറയുക, उसके बाद परमेश्वर कहता है, പ്രവാചകനിലൂടെ പറയുക. भविष्यद्वक्ता के द्वारा कहता है, 2 രാജാ 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം മുന്നോട്ട് വായിക്കുമ്പോൾ 2 राजा 3 के 17 का आगे जब पढ़ता है, ഹല്ലേലൂയ, അവിടെ എഴുതിയിരിക്കുന്നത്, वहाँ लिखा है, നിങ്ങളുടെ ആടുമാടുകളും മറ്റു മൃഗങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. बोले कि तुम्हारे भेड़ बकरी पशुओं के सारे पीने के लिए तराई पानी से भरेंगे। 18-ാമത്തെ വാക്യം, 18वां आयत, ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട്. और परमेश्वर को लगा ये काफी नहीं है। കർത്താവേ, മതി, മതി, മതി. हमने बोला परमेश्वर काफी है, काफी है। കർത്താവേ, overflow ചെയ്യുക കേട്ടോ. परमेश्वर ऑफर कर रहे हैं, ടാപ്പ് അങ്ങ് ബന്ദ് ചെയ്തേരെ. बोलो टैप बंद कर दो। സ്വർഗ്ഗത്തിൽ നിന്ന് ഇത് പോരാതെ എനിക്ക് തോന്നുന്നു. स्वर्ग से परमेश्वर बोलते काफी नहीं, मुझे लगता है നിന്റെ ദാഹം മാറിയത് പോരാ, तेरा प्यास मुझे काफी नहीं है। ഇത് പോരെന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട്. यहोवा को लगे ये काफी ഇന്ന് नहीं है। പകൽക്കാലം പരിശുദ്ധാത്മ നിങ്ങളെ നോക്കിയിട്ട് പറയുക, आज के दिन पवित्र आत्मा तुम्हें देख के സ്വർഗ്ഗം कहता നിങ്ങളെ है, നോക്കിയിട്ട് പറയുക, स्वर्ग तुझे देख के ഇത് कहता है, പോരെന്ന് കർത്താവിന് തോന്നിയെന്ന്. तो परमेश्वर को लगे ये काफी नहीं है। ബ്രദറെ, ഈ കൃപാവരം പോരെന്ന് കർത്താവിന് തോന്നിയെന്ന്. भाई ये वरदान काफी नहीं है, परमेश्वर മക്കളെ, लगा മക്കളെ, ഈ ടാലന്റ് പോരെന്ന് കർത്താവിന് തോന്നിയെന്ന്. कि बच्चों ये तालीम काफी नहीं, परमेश्वर को लगा നിങ്ങൾ ചിലത് പുതിയത് പ്രാപിക്കാൻ പോകുക. आप कुछ नया प्राप्त करने वाला है। Take that आप उसे anointing. प्राप्त करो। Receive. उसे ചിലത് आप പുതിയത് स्वीकार करो। പ്രാപിക്കാൻ പോകുക. कुछ ചിലത് नया പുതിയത്, प्राप्त करने वाला है। ചിലത് പുതിയത്. കരങ്ങളെ അടിച്ച് ശക്തമായി അടിച്ച് हाथ ताली बजा के ചിലത് सामर्थ പുതിയത്. से कुछ लोग कुछ नया नया प्राप्त पाने के लिए, कुछ नया पाने के लिए प्रभु को लगा ये काफी नहीं है. प्रभु को लगा ये काफी नहीं है. ഇത് പോരെന്ന്, ഇത് പോരെന്ന്, ഇത് പോരെന്ന് കർത്താവിന് തോന്നിയിട്ട് യേശു നാസറേയ നാമേ അൽകമാശ കമന റംശൽ കമന ഹതമന ഇത് പോരെന്ന്, ഇത് പോരെന്ന്, ഇത് പോരെന്ന് ഫയർ അനോയിന്റിംഗ്, ഇത് പോരെന്ന് കർത്താവിന് തോന്നിയിട്ട് കരങ്ങളെ അടിച്ച് തലയമ്പലേക്ക് ഇത് പോരെന്ന് കർത്താവിന് തോന്നിയിട്ട് परमेश्वर को लगे काफी नहीं है। നീ ചോദിക്കാൻ വന്നത് जो पूछा നിന്റെ വെള്ളത്തിന്റെ വിഷയമാണ്. तेरे पानी के लिए, പക്ഷെ നീ ചോദിക്കാത്തൊരു ദൂത് അങ്ങോട്ട് പറയുക. अभी जो तूने मांगा नहीं वो इससे वाणी कहता है, ഇന്നത്തെ പ്രശ്നം ये आज का ഈ समस्या താഴ്വര കടക്കുന്നതാ. कि ये तराई कैसे पार പക്ഷെ करेगा। സ്വർഗം നിന്റെ യാത്രയുടെ ഭാവി എന്താണെന്ന് ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്താൻ പോകുകയാണ്. स्वर्ग तेरा यात्रा का जो भविष्य क्या है आज के दिन प्रकट करने वाला ഇത് है। പോരെന്ന് കർത്താവിന് തോന്നിയിട്ട് परमेश्वर को लगे काफी नहीं है। കർത്താവ് പറയുക, परमेश्वर कहता है നീ പോകുന്ന യുദ്ധത്തിൽ तू जो जाने वाला युद्ध നീ में മോവാബിനെ പരാജയപ്പെടുത്താൻ പോകുകയാണ്. तू उसको मोआब को पराजित करने നിന്റെ वाला है। യുദ്ധത്തിൽ तेरे युद्ध में നീ അത് ചോദിച്ചില്ല കേട്ടോ. तूने वो पूछा नहीं। ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് परमेश्वर को लगे काफी नहीं है। അവൻ മോവാബിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. वो मोआब को तेरे हाथों में दे देगा। ഹല്ലേലൂയ. ഇത് പോരെന്ന് തോന്നിയിട്ട് ये काफी नहीं है लग सोच के നിന്റെ യുദ്ധങ്ങളുടെ ജയം കൂടെ കർത്താവ് വാഗ്ദത്തം ചെയ്യുക. तेरे युद्धों पे हर एक पे जय तेरा परमेश्वर वादा कर रहा है। വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്നാട്ടെ. जो विश्वास करते खड़े हो जाइए। നിങ്ങളുടെ യുദ്ധങ്ങളിൽ आपके युद्धों में നിങ്ങൾ ജയിക്കാൻ പോകുകയാണ്. आप जीतने रहने वाला है। ടെമ്പററി വിഷയങ്ങൾ മാത്രമല്ല, केवल टेम्पररी विषय നിങ്ങൾ नहीं, ചോദിച്ച വിഷയങ്ങൾ മാത്രമല്ല, केवल पूछा विषय नहीं, നിങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ളത് സ്വർഗം വെളിപ്പെടുത്താൻ പോകുകയാണ്. तुम्हारा भविष्य के बारे में स्वर्ग प्रकट करने वाला है। ദാവീദേ, दावीद ഇത് പോരെന്ന് കർത്താവിന് തോന്നിയിട്ട് ये काफी नहीं परमेश्वर को लग के തലമുറയെ കുറിച്ച് കർത്താവ് ദൂത് പറഞ്ഞെങ്കിൽ तेरे पीढ़ी के बारे में परमेश्वर ने वादा दिया तो ദൈവാത്മാ ദൂത് പറയുക സിസ്റ്ററെ. परमेश्वर का तो നിന്റെ दूध कह रहे തലമുറയെ കുറിച്ച് കർത്താവ് പറഞ്ഞ ദൂതുകളൊക്കെ നീ ഓർത്തോണം കേട്ടോ. कि तेरे पीढ़ियों के बारे में जो परमेश्वर ने बोला वादा याद അങ്ങനെ कर। അവരെ കുറിച്ച് ചെയ്യുമെങ്കിൽ
അത് നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഉറപ്പാണെന്ന് മനസ്സിലാക്കിക്കോ. अगर तेरे बच्चों के बारे में बोलता तेरे जीवन में परमेश्वर बड़ा कार्य करने वाला याद कर. ഞാൻ എപ്പോഴും ആശ്വസിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? मैं हमेशा शांति कैसे पाता എന്റെ है ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ, जब मेरे जीवन में चुनौती आता है, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ मेरे जीवन में समस्या ഞാൻ आता है, വചനം എടുത്തു നോക്കും, मैं वचन देखता है എന്നിട്ടൊന്ന് വായിക്കും. और पढ़ता है. അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? उसमें क्या लिखा है? ദാവീദിനോട് ദൈവം പറയുക, दावीद से कहता है, ഞാൻ നീ കാലസമ്പൂർണനായ ശേഷം मैं जब तेरा उम्र पूरा हो जाए उसके നിന്റെ बाद തലമുറയെ तेरे पीढ़ी को നിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. तेरे सिंहासन में അപ്പൊ बिठाएगा. അങ്ങനാണെങ്കിൽ अगर ऐसा है तो എനിക്ക് നടക്കാനൊരു പീരീഡ് ഉണ്ട്. मुझे चलने का एक समय है. ഇന്നത്തെ പ്രശ്നം എന്നെ തളർത്തത്തില്ല, आज का समस्या मुझे शांत नहीं അതെന്നെ करेगा, ഒതുക്കത്തില്ല, वो मुझे नाश नहीं करेगा, അനുഗ്രഹിക്കപ്പെടും. मैं आशीषित होगा, എനിക്കൊരു സിംഹാസനം ഉണ്ടാകും. मेरे को एक सिंहासन होगा. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനാ എന്റെ മോൻ അതിലിരിക്കുന്നത് അല്ലേ? अगर वैसा नहीं तो मेरा बेटा उसमें कैसे बैठेगा? കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവം ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ अगर तेरे बच्चों के बारे में परमेश्वर ने वाणी दी है, അനുഗ്രഹത്തിന്റെ ദൂതാണെന്ന് वो तेरा आशीष का वाणी है, സ്വീകരിച്ചോ. उसे स्वीकार करो. ഹല്ലേലൂയ. ശക്തമായി കർത്താവിനെ സ്തുതിച്ചാട്ടെ. सामर्थ से परमेश्वर को आराधना करें. ചേർന്ന് പാടി ആരാധിക്കാൻ പോകും. साथ में आराधना करने जा रहे हैं. കർത്താവിന് തോന്നിയെന്ന് ഇത് പോരെന്ന്, जितने लोगों को लगे काफी नहीं है, നിന്റെ കൃപാവരം പോരെന്ന്, तेरा अनुग्रह काफी नहीं നിന്റെ है, ടാലന്റ് പോരെന്ന് तेरा तालीम काफी नहीं है. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. विश्वास जो करते हो परमेश्वर को धन्यवाद दे. കർത്താവിന് ഈ വർഷിപ്പിൽ परमेश्वर इस आराधना में, ഈ വർഷിപ്പിൽ ചിലരുടെ സൗഖ്യമാകാൻ പോകും. ये आराधना में कुछ लोग चंगा होने वाला है. क्योंकि वर्शिप इज മെഡിസിൻ. ഹല്ലേലൂയ. ये जो आराधना एक मेडिसिन है. ഈ വർഷിപ്പിൽ ചിലർ ഹീൽ ആകാൻ പോകും. ये आराधना में कुछ लोग चंगा होने वाला है. നിങ്ങളുടെ ബീമാരിയുള്ള ഭാഗത്തൊന്ന് തട്ട്. ഹല്ലേലൂയ. आपको जहाँ बीमारी है वहाँ आप हाथ लगा. बस 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 निकल जाओ निकल जाओ निकल जाओ निकल जाओ, बीमारी निकल जाओ. You have authority. You are a child of God. तुम परमेश्वर के बच्चे हो. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. आपका शरीर परमेश्वर का मंदिर है. അതിനകത്ത് उसके अंदर ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരത്തിൽ जो परमेश्वर की आत्मा बस करने वाले मंदिर में എന്തൊക്കെ ഇല്ലീഗലായിട്ട് കയറിയിട്ടുണ്ടോ? यस यस हमें जो भी इलीगल गुस्सा है, ധൈര്യത്തോട് പറഞ്ഞാണ്ട് आप get out, धैर्य के साथ कहे, get out, बाहर निकल, get out. ഞാൻ बाहर निकल. എപ്പോഴും പറയുന്ന ഒരു मैं ഉദാഹരണമാണ്. हमेशा एक उदाहरण देता हूँ. നമ്മുടെയൊക്കെ ബിൽഡിംഗിൽ हमारे बिल्डिंग में നമുക്കൊക്കെ സ്വന്തം പാർക്കിംഗ് ലോട്ട് ഉണ്ട് അല്ലേ? हमारा खुद का पार्किंग लॉट है. എന്റെ ബിൽഡിംഗിൽ എന്റെ പാർക്കിംഗ് ലോട്ടിൽ ആരെങ്കിലും വണ്ടി കയറ്റിയിട്ടാൽ, अगर हमारा पार्किंग लॉट में दूसरा कोई गाड़ी डालेगा तो വലിയ പാസ്റ്റർ ക്ഷമാശീലനാണെങ്കിലും भले पास्टर कितना ही बड़ा पास्टर क्यों ना हो, വാച്ച്മാനോട് ചെന്ന് ചോദിക്കും, ആരാ എന്റെ പാർക്കിംഗ് ലോട്ടിൽ വണ്ടി കയറ്റി? वॉचमैन को पूछे कौन है जो मेरे पार्किंग में डाला है. ചോദിക്കോ? पूछेगा कि नहीं? ചേട്ടി ചോദിക്കും. धैर्य से पूछेगा. അപ്പൊ വാച്ച്മാൻ പറഞ്ഞു, ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ, ആരോ കയറ്റിയിട്ടത്. तो वॉचमैन बोले मैं देखा नहीं, किसने तो डाला, വെളിയിലുള്ള വണ്ടിയാ. बाहर का गाड़ी है. അപ്പൊ ഞാൻ പറയാം, അവനോട് പറഞ്ഞു, ഞാൻ എടുത്ത് മാറ്റിയേക്കാൻ പറഞ്ഞു, ഞാനങ്ങ് പോകും. पास्टर बोले उसको बोलो हटा दो, पास्टर चले जाता है. പിറ്റേ ദിവസം ആ വണ്ടി ഇവിടെ കിടന്നാലോ दूसरा दिन भी वो गाड़ी उधर है तो ഞാൻ വിട്ടു കൊടുക്കും. पास्टर छोड़ेगा क्या? എന്റെ പാർക്കിംഗ് ലോട്ടാ, मेरा पार्किंग लॉट है, എന്റെ പാർക്കിംഗ് ലോട്ടാ. मेरा पार्किंग लॉट है. आमीन. നാളെയും അത് അവിടെ ഇരിക്കാൻ സമ്മതിച്ചാൽ कल भी अगर उसे डालने दिया പിന്നെ അവന്റെ സ്ഥിരം ലോട്ടായി മാറും. फिर उसका बन जाएगा, ഞാൻ ഔട്ടാവും. मैं बाहर होगा. Yes, आमीन. അതുകൊണ്ട് ഞാൻ പറയും, इसके लिए मैं ഇതെന്റെ कहेगा പാർക്കിംഗ് ലോട്ടാ, मेरा पार्किंग लॉट है, നിനക്ക് ഇവിടെ വെക്കാൻ അവകാശമില്ല. तू यहाँ रख नहीं सकता, എടുത്തോണ്ട് പോ. बाहर निकाल. നിങ്ങളുടെ ശരീരം आपका शरीर, സാത്താന്റെ കച്ചട കൊണ്ടിടാനുള്ള സ്ഥലമല്ല. आमीन आमीन. हमारा शरीर शैतान का कचरा डालने के लिए नहीं है. നിങ്ങളുടെ ശരീരം हमारा शरीर പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. पवित्र आत्मा का मंदिर है. ജീവനുള്ള ബലിയായി അർപ്പിക്കേണ്ട ശരീരമാണ്. जीवित बलि बन के अर्पण करने के लिए है. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ഗ്ലോറി ടെല് ചെയ്യേണ്ട ശരീരമാണ്. हमारा शरीर परमेश्वर का महिमा प्रकट होने के लिए है. ഇതിനകത്ത് പിശാച് അവന്റെ കച്ചട ഇടുമ്പോൾ जब शैतान उसका कचरा जब डालता നിങ്ങൾ है, എന്തിനാ അത് അക്സെപ്റ്റ് ചെയ്യുന്നത്? आप उसे क्यों स्वीकार करते ഈ हैं? ഒരു ദൈവ പൈതലാ. तू एक परमेश्वर का बच्चा है. അതോറിറ്റിയോട് പറ, अधिकार से कह, ഇതെന്റെ പാർക്കിംഗ് ലോട്ടാ, मेरा पार्किंग लॉट है, ഇതെന്റെ ശരീരമാ. मेरा शरीर है. പിശാചേ, शैतान, നിനക്ക് ഇതിന്മേൽ അവകാശമില്ല. शैतान तुझे इसमें हक नहीं യേശുവിന്റെ है. നാമത്തിൽ यीशु के नाम से മാറിപ്പോ. बाहर निकल. I rebuke that sickness. मैं उस बीमारी को डांटता हूँ. നിങ്ങൾ ആ രോഗത്തെ നോക്കിയിട്ട് പറ, उस बीमारी को देख के बस बस मशकामाना हजामाना बस तेरा खेल खत्म, तेरा खेल खत्म. बीमारी तेरा खेल खत्म, നിന്റെ കളി തീർന്നു. तेरा खेल खत्म. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ
पिछले फ्राइडे से ഞാനിങ്ങനെ പറഞ്ഞോണ്ട് നടക്കുക. मैं इस प्रकार कह रहा हूँ ഞായറാഴ്ച ലാസ്റ്റാ കേട്ടോ. संडे लास्ट ഞായറാഴ്ച ലാസ്റ്റാ. संडे लास्ट डे അത് കഴിഞ്ഞിട്ട് നിനക്ക് എന്റെ മേലെ ഇരിക്കാൻ പറ്റത്തില്ല. उसके बाद तुम मेरे बैठ नहीं सकते നിങ്ങൾ ആരും സൗഖ്യം പ്രാപിച്ചില്ലെങ്കിലും भले आप कोई भी चंगाई ना ഞാൻ पाए പ്രാപിക്കാൻ പോകുക. मैं प्राप्त करने वाला हूँ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ यीशु मसीह के नाम से കർത്താവിന്റെ ഗ്ലോറി ഒന്ന് ഇറങ്ങി വരട്ടെ. When we worship, जब हम आराधना करेंगे when we worship, जब हम आराधना करेंगे choir worship ചെയ്യുമ്പോൾ जब कोई आराधना करेंगे worship something is something like a medicine. Hallelujah. जो आराधना एक दवा बन के काम Worship करेंगे is something like a medicine. दवाई आराधना एक दवा बन के That's काम going to करेंगे heal you. That's going to heal you. वो तुम्हें चंगा करेंगे നിങ്ങളെ സൗഖ്യമാക്കാൻ वो പോകുക. तुम्हें चंगा करेंगे Worship atmosphere നെ മാറ്റാൻ പോകുക. जो आराधना जो वातावरण को बदलने वाला है prophetic realത്തെ പുറത്തു കൊണ്ടുവരാൻ പോകുക. Worship prophetic realത്തെ പുറത്തു കൊണ്ടുവരാൻ പോകുക. आराधना जो है भविष्यवाणी के मंडल को लाने वाला Worship है കിണറ്റിലെ വെള്ളത്തെ പൊക്കി കൊണ്ടുവരാൻ പോകുക. आराधना जो सूखा हुआ खोवा का पानी को बाहर लाने वाला है നദിയെ ഇവിടെ ഒഴുക്കാൻ പോകുക. आराधना आत्मिक नदी को यहाँ बहाने वाला ചേർന്ന് है ആരാധിച്ച് സ്തുതിക്കാൻ പോകുക. साथ में आराधना करके स्तुति करेंगे നിങ്ങളുടെ പോർഷൻ നിങ്ങളുടെ വിടുതലിൽ നിന്ന് പ്രാപിച്ചോണം. आपको जो हिस्सा है वो आपको आज पाना है ശക്തമായി प्रभु की ओर आज अपनी नजर को उठाकर परमेश्वर से हमें कहेंगे, परमेश्वर इतना नहीं मुझे और चाहिए, तेरा सानिध्य, तेरा अभिषेक. Lord, I need more of your anointing. और चाहिए, और चाहिए, और चाहिए तेरा अभिषेक. 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 अपने होठों से कहे चाहिए, और चाहिए, और चाहिए तेरा अभिषेक. और चाहिए, और चाहिए, और चाहिए, और चाहिए. Lord, I need more of your anointing. और चाहिए, और चाहिए, और चाहिए तेरा अभिषेक. और चाहिए, और चाहिए, और चाहिए तेरा अभिषेक. That every nation, every city, every people, every tribe will be free, free in the name of Jesus. Every city, every nation, every tribe will be free, free in the name of Jesus. सारे देश, सारे लोग, सारी जाति छुटकारा पाएगी यीशु नाम में. सारे देश, सारे शहर, सारे लोग, सारी जाति छुटकारा पाएगी यीशु नाम में. There is power in our tongue, there is healing in our breath. We declare right now, we declare it everywhere. There is power in our tongue, there is healing in our breath. We declare right now in the name of Jesus that every nation, every city, will be free, free in the name of Jesus. Will be free, free in the name
జనము ఎలా జాతిയും വിടുതലാകുമേ യേശുനാമത്തിൽ എല്ലാ നാടും എല്ലാ നഗരവും എല്ലാ ജനവും എല്ലാ ജാതിയും വിടുതലാകുമേ യേശുനാമത്തിൽ every nation every city every people every tribe will be free in the name of Jesus. Every nation every city every people every tribe will be free in the name of Jesus. We'll receive the freedom of Jesus. Every nation, every city, every people, We'll be free. यीशु के नाम में आजाद है सारे देश सारे शहर सारे लोग सारे जाति छुटकारा पाएगी यीशु नाम में सारे देश सारे शहर सारे लोग सारी जाति छुटकारा पाएगी यीशु नाम में सारे देश सारे शहर सारे लोग सारी जाति छुटकारा पाएगी यीशु नाम में सारे शहर सारे लोग सारी जाति छुटकारा पाएगी यीशु नाम में सारे देश सारे शहर सारे लोग सारी जाति छुटकारा पाएगी यीशु नाम में मैं हूँ अटल तेरे वादों पे ना कोई शस्त्र रोकेगा मुझे जंजीरों को तोड़ा है तूने तोड़ा है तूने मैं हूँ अटल मैं हूँ अटल तेरे वादों पे ना कोई शस्त्र रोकेगा मुझे जंजीरों को तोड़ा है तूने तोड़ा है तूने तोड़ दिया तेरी ही मर्जी मेरे लिए हानि और नाश की नहीं तू चाहे सिर्फ भलाई मेरे जीवन में सदा तेरी मर्जी मेरे लिए हानि और नाश की नहीं तू चाहे सिर्फ भलाई मेरे जीवन में सदा तेरी मर्जी मेरे लिए हानि और नाश की नहीं तू चाहे सिर्फ भलाई मेरे जीवन में सदा तेरी ही मर्जी मेरे लिए हानि और नाश की नहीं तू चाहे सिर्फ भलाई मेरे जीवन में सदा मैं जहाँ हूँ तेरी योजनाएं मैं जैसा हूँ तेरी रचना हूँ मेरा जीवन तेरे हाथों में तेरे हाथों में कबूल कर अब होठों से मैं हूँ तेरी
शत्रु के जंजीरों के ऊपर
യേശു നാം യേശു നാം യേശു നാം യേശു നാം की യേശു നാം 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 की ഞാൻ വിശ്വസിക്കാം നിങ്ങളിൽ ചിലരെ കർത്താവ് തൊട്ട് കഴിഞ്ഞെന്ന് നിങ്ങൾ ചിലർ സൗഖ്യമായെന്ന് വിശ്വസിക്കുക मैं विश्वास करते आप में से कुछ लोगों को परमेश्वर ने छुआ और अब चंगा हुआ അങ്ങനെ വിശ്വാസമുള്ളവർ ധൈര്യമുള്ളവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചിട്ട് പറഞ്ഞിട്ട് ഐ എം ഹീൽഡ് ടുഡേ മോർണിംഗ് वैसा विश्वास करने वाला धैर्य के साथ हाथ उठाकर परमेश्वर को बोलो परमेश्वर में विश्वास करता हूं आज मैं चंगा हुआ ഇന്നുള്ള എൻ്റെ അവസ്ഥയ്ക്ക് അപ്പുറമായിട്ട് ഇത് പോരെന്ന് കർത്താവിന് തോന്നിയിട്ട് ചിലത് പുതിയത് എനിക്ക് ചെയ്യാൻ പോകുകയാണ് आज का मेरा अवस्था को परमेश्वर देख के काफी नहीं है ओ हालेलुया परमेश्वर मेरे लिए कुछ नया करने वाला है അങ്ങനെ സംഭവിച്ചിരിക്കൽ സ്തോത്രം वैसे हो गया उसके लिए धन्यवाद ജനത്തെ അനുഗ്രഹിക്കുന്നു लोगों को आशीषित करता യേശു हूं ക്രിസ്തുവിൻ നാമത്തിൽ यीशु मसीह के नाम से ആമേൻ ആമേൻ आमेन ആമേൻ ഹല്ലേലൂയ हालेलुया താണിരിക്കുക എല്ലാവർക്കും താണിരിക്കുക सभी लोग പ്ലീസ് बैठ जाइए ഒരു 2-3 മിനിറ്റ്